ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം
വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിൽ 43-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കംസവധമാണ് അതിലെ ഏറ്റവും പ്രധാന വിഷയം. അപ്പോൾ ആദ്യ ഭാഗത്ത് ഭഗവാൻ രാവിലെ എഴുന്നേറ്റ് കുളിയിലെല്ലാം കഴിഞ്ഞ് മല്ലരംഗത്തേക്കുള്ള പുറപ്പാട് പോകുന്ന വഴിയിൽ ഗോപുരദ്വാരത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ കവാടത്തിൽ കുവലയാപീഠം എന്നുള്ള ആന വഴി മറഞ്ഞു നിൽക്കുകയാണ്. ആ ആനക്കാരനോട് ആനയെ വഴിയിൽ നിന്ന് മാറ്റാൻ ഭഗവാൻ ആവശ്യപ്പെടുന്നതും ആനക്കാരൻ കംസനാൽ ചട്ടം കെട്ടി നിർത്തിയിട്ടുള്ളത് കൊണ്ട് ആനയെ ഭഗവാന്റെ നേരെ പ്രകോപിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും, എന്നാൽ ഭഗവാൻ വളരെ നിസ്സാരമായിട്ട് ആ ഭൂമിക്ക് തന്നെ അലങ്കാരഭൂതമായ വലിയ ആനയാണ് കുവലയാപീഠം, അതിനെ വധിച്ചു കളയുന്നതും, പിന്നീട് ആ 2 കൊമ്പുകൾ പിഴുതെടുത്ത് ഒരു കൊമ്പ് ഏട്ടന്റെ കയ്യിലും കൊടുത്ത് ഒരു കൊമ്പ് തന്റെയും തോളിൽ വെച്ചുകൊണ്ട് രണ്ടുപേരും കൂടി ആ മല്ലരംഗത്തേക്കുള്ള ഒരു പ്രവേശം, അതിഗംഭീരമായിട്ടുള്ള പ്രവേശമാണ്. ആ മല്ലരംഗത്തിരിക്കുന്ന മഞ്ചങ്ങളിൽ ഇരിക്കുന്ന ഓരോരുത്തർക്കും കയറി വരുന്ന ഭഗവാനെ കണ്ട് ഏതെല്ലാം ഭാവത്തിൽ ഓരോരുത്തരും ഏതേത് ഭാവങ്ങളിൽ ഭഗവാനെ കണ്ടു എന്ന് വർണ്ണിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. അത് കഴിഞ്ഞാണ് പിന്നീട് മല്ലന്മാര് രാമകൃഷ്ണന്മാരെ യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നതും ജനങ്ങൾ അത് ശരിയായ നടപടിയല്ല, ഈ കൊച്ചു ബാലന്മാർ ഇത്രയും വലിയ മല്ലന്മാരോട് യുദ്ധം ചെയ്യുന്നത് കണ്ടിരിക്കാൻ ഞങ്ങൾക്കാവില്ല, ഇത് മര്യാദയല്ല എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളൊക്കെ ബഹളങ്ങൾ വെക്കുന്നുണ്ടെങ്കിലും അതൊന്നും കൂട്ടാക്കാതെ മല്ലന്മാർ നിർബന്ധിച്ച് രാമകൃഷ്ണന്മാരെ യുദ്ധത്തിന് വിളിക്കുന്നതും ആ വെല്ലുവിളിയെ രാമകൃഷ്ണന്മാർ ഏറ്റെടുക്കുന്നതും ചാണൂരനും മുഷ്ടികനും എന്ന പ്രധാന മല്ലന്മാരോട് ചാണൂരനോട് കൃഷ്ണനും മുഷ്ടികനോട് ബലരാമസ്വാമിയും മല്ലയുദ്ധം ചെയ്യുന്നതും അവരെ രണ്ടുപേരെയും വധിച്ചു കളയുന്നതും പിന്നീട് അവരുടെ പിന്നാലെയുള്ള മറ്റു മല്ലന്മാരൊക്കെ വരുന്നതും അവരെയൊക്കെ വധിച്ചു കളയുന്നതും കംസൻ അതിൻ്റെ ഇടയ്ക്ക് കൃഷ്ണനെ ബന്ധിക്കാനും നന്ദഗോപരെയും മറ്റുമൊക്കെ കാരാഗൃഹത്തിലടയ്ക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അതൊക്കെ നടക്കുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ ചാടി വീണ് കംസനെ വധിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ്. അത് നമുക്ക് വായിക്കാം, എന്നിട്ട് അതിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ 43-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 43-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. അഥ കൃഷ്ണശ്ച രാമശ്ച കൃതശൗചൗ പരന്തപ മല്ലദുന്ദുഭിനിർഘോഷം ശ്രുത്വാ ദ്രഷ്ടും ഉപേയതുഃ. രംഗദ്വാരം സമാസാദ്യ തസ്മിന്നാഗം അവസ്ഥിതം അപശ്യത് കുവലയാപീഠം കൃഷ്ണോ അംബഷ്ടപ്രചോദിതം. ബദ്ധ്വാ പരികരം ശൗരിഃ സമുഹ്യ കുടിലാളകാൻ ഉവാച ഹസ്തിപം വാച മേഘനാദഗഭീരയാ. അംബഷ്ടാംബഷ്ഠ മാർഗം നൗ ദേഹ്യപക്രമാചിരം നോ ചേത് സകുഞ്ചരം ത്വാദ്യ നയാമി യമസാദനം. ഏവം നിർഭൽസിതോംബഷ്ടഃ
കുപിതഃ കോപിതം ഗജം ചോദയാമാസ കൃഷ്ണായ കാലാന്തകയമോപമം കരീന്ദ്രസ്തം അഭിദ്രുത്യ കരേണ തരസാഗ്രഹീത കരാദ്വിഗളിത സോമം നിഹത്യാംഗ്രിഷ്വലീയത സംക്രുദ്ധസ്തം അചക്ഷാണോ ഘ്രാണദൃഷ്ടി സ കേശവം പരാമൃശത് പുഷ്കരേണ സ പ്രസഹ്യ വിനിർഗതഃ പുച്ഛേ പ്രഗൃഹ്യാദിബലം ധനുഷഃ പഞ്ചവിംശതിം വിചകർഷയഥാ നാഗം സുപർണൈവ ലീലയാ സപര്യാവർത്തമാനേന സവ്യദക്ഷിണതോച്യുതഃ ബഭ്രാമ ഭ്രാമ്യമാനേന ഗോവത്സേനേവ ബാലകഃ തതോഭിമുഖമഭ്യേത്യ പാണിനാ ഹത്യവാരണം പ്രാദ്രവൻ പാതയാമാസ സ്പൃശ്യമാനഃ പദേ പദേ സധാവൻ ക്രീഡയാ ഭൂമൗ പതിത്വാ സഹസോത്തിതഃ തം മത്വാ പതിതം ക്രുദ്ധോ ദന്താഭ്യാം സോഹനക്ഷിതിം സ്വവിക്രമേ പ്രതിഹതേ കുഞ്ചരേന്ദ്രോ അത്യമർഷിതഃ ചോദ്യമാനോ മഹാമാത്രൈഃ കൃഷ്ണമഭ്യദ്രവദൃഷാ തമാപതന്തമാസാദ്യ ഭഗവാൻ മധുസൂദനഃ നിഗൃഹ്യ പാണിനാ ഹസ്തം പാതയാമാസ ഭൂതലേ പതിതസ്യ പദാക്രമ്യ മൃഗേന്ദ്രൈവ ലീലയാ ദന്തമുത്പാട്യ തേനേവം ഹസ്തിപാംശ്ചാഹനധരി മൃതകം ദിവമുത്സൃജ്യ ദന്തപാണിഃ സമാവിശത് അംസന്യസ്തവിഷാണോ ശൃങ്മദബിന്ദുഭിരങ്കിതഃ വിരൂഢശ്വേതകണികാവദനാംബുരുഹോ ബഭൗ വൃതൗ ഗോപൈകതിപയൈർബലദേവ ജനാർദ്ദനൗ രംഗം വിവിശതൂ രാജൻ ഗജദന്തവരായുധൗ മല്ലാനാമശനിഃ നൃണാം നരവരഃ സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോ സതാം ക്ഷിതിഭുജാം ശാസ്താ സ്വപിത്രോ ശിശുഃ മൃത്യുർഭോജപതേഃ വിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസാഗ്രജഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹതം കുവലയാ പീഡം ദൃഷ്ട്വാ താവപി ദുർജയൗ കംസോ മനസ്വ്യഭീതദ് ആഭൃശം ഉദ്വിവിജേ നൃപ തൗ രേജദൂരംഗഗതൗ മഹാഭുജൗ വിചിത്രവേഷാഭരണസ്രകംബരൗ യദാ നടൗ ഉത്തമവേഷധാരിണൗ മനക്ഷിപന്തൗ പ്രഭയാ നിരീക്ഷ്യതൗ ഉത്തമപൂരുഷൗ ജനാഃ മഞ്ജസ്ഥിതാ നാഗരരാഷ്ട്രകാ നൃപ പ്രഹർഷവേഗോത്കലിതേക്ഷണാനനാഃ വപുർന തൃപ്താ നയനൈസ്തദാനനം പിബന്തൈവ ചക്ഷുർഭ്യാം ലിഹന്തൈവ ജിഹ്വയാ ജിഗ്രന്തൈവ നാസാഭ്യാം ശ്ലിഷ്യന്തൈവ ബാഹുഭിഃ ഊജുഃ പരസ്പരം തേ വൈ യദാ ദൃഷ്ടം യദാ ശ്രുതം തദ്രൂപഗുണമാധുര്യ പ്രാഗൽഭ്യസ്മാരിതാ ഇവ ഏതൗ ഭഗവതഃ സാക്ഷാത് ഹരേർനാരായണസ്യ ഹി അവതീർണൗ ഇഹാംശേന വസുദേവസ്യ വേശ്മനി ഏഷ വൈ കില ദേവക്യാം ജാതോ നീതശ്ച ഗോകുലം കാലമേതം വസൻ ഗൂഢോ വവൃധേ മന്ദവേശ്മനി പൂതനാനേന നീതാന്തം ചക്രവാദശ്ച ദാനവഃ അർജുനൗ ഗുഹ്യകേശീദേനുഗോന്യേ ച തദ്വിദാഃ ഗാവഃ സപാലായേതേന ദാവാഗ്നേഃ പരിമോചിതാഃ കാളിയോദമിതഃ സർപ്പ ഇന്ദ്രശ്ച വിമതഃ കൃതഃ സപ്താഹമേകഹസ്തേന ധൃതോദ്രിപ്രവരോ മുനാ വർഷവാതാശനിഭ്യശ്ച പരിത്രാദം ച ഗോകുലം ഗോപ്യോസ്യ നിത്യമുദിതഹസിതപ്രേക്ഷണം മുഖം പശ്യന്ത്യോ വിവിധാൻ താപാൻ തരന്തി സ്മാശ്രമം മുദാ വദന്ത്യനേന വംശോയം യതോഃ സുബഹുവിശ്രുതഃ ശ്രിയം യശോ മഹത്വം ച ലപ്സ്യത്തെ പരിരക്ഷിതഃ
അയം ചാസ്യാഗ്രജ ശ്രീമാൻ രാമഃ കമലലോചനഃ പ്രലംബോ നിഹതോ യേന വത്സകോ യേ ഭഗാദയഃ ജനേഷ്വേവം ബ്രുവാണേഷു തൂര്യേഷു നിനദത്സു ച കൃഷ്ണരാമൗ സമാഭാഷ്യ ചാണൂരോ വാക്യമബ്രവീത്. ഹേ നന്ദസൂനോ ഹേ രാമ ഭവന്തൗ വീരസമ്മതൗ നിയുദ്ധകുശലൗ ശ്രുത്വാ രാജ്ഞാഹൂതൗ ദിദൃക്ഷുണാ പ്രിയം രാജ്ഞഃ പ്രകുർവന്ത്യഃ ശ്രേയോ വിന്ദന്തി വൈ പ്രജാഃ മനസാ കർമ്മണാ വാചാ വിപരീതം അതോന്യഥ നിത്യം പ്രമുദിതാ ഗോപാ വത്സപാലാ യഥാ സ്ഫുടം വനേഷു മല്ലയുദ്ധേന ക്രീഡന്തശ്ചാരയന്തികാഃ തസ്മാദ് രാജ്ഞഃ പ്രിയം യൂയം വയം ച കരവാമഹേ ഭൂതാനി നഃ പ്രസീദന്തി സർവഭൂതമയോ നൃപഃ. തന്നിശമ്യാബ്രവീത് കൃഷ്ണോ ദേശകാലോചിതം വചഃ നിയുദ്ധം ആത്മനോഭീഷ്ടം മന്യമാനോഭിനന്ദ്യ ച പ്രജാഭോജപതേരസ്യ വയം ചാഭിവനേ ജനാഃ കരവാമ പ്രിയം നിത്യം തന്ന പരമനുഗ്രഹഃ ബാലാ വയം തുല്യബലൈഃ ക്രീഡിഷ്യാമോ യഥോചിതം ഭവേന്നിയുദ്ധം മാ ധർമ്മഃ പൃശേന്മല്ല സഭാസദഃ. ചാണൂര ഉവാച ന ബാലോ ന കിശോരസ്ത്വം ബലശ്ച ബലിനാംബരഃ ലീലയേ ഭോഹതോ യേന സഹസ്രദ്വിപസത്വഭൃത് തസ്മാത് ഭവദ്ഭ്യാം ബലിഭിഃ യോദ്ധവ്യം നാനയോത്ര വൈ മയി വിക്രമവാർഷ്ണേയ ബലേന സഹ മുഷ്ടികഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കുവലയാ പീഡവധോ നാമ 43തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. കംസവധം അടുത്ത അധ്യായത്തിലാണ്. ഞാൻ ഈ അധ്യായത്തിലാണെന്ന് ഒരു പെട്ടെന്നൊരു ഓർമ്മയിൽ പറഞ്ഞതാണ്. മല്ല യുദ്ധവും അടുത്ത അധ്യായത്തിലാണ്. അതിനെ തുടർന്നുള്ള കംസവധവും അടുത്ത അധ്യായത്തിലാണ്. ഈ അധ്യായം രംഗപ്രവേശം, അത് കഴിഞ്ഞ് ചാണൂര മുഷ്ടികന്മാർ രാമകൃഷ്ണന്മാരെ വെല്ലുവിളിക്കുന്ന, യുദ്ധത്തിനായിക്കൊണ്ട് നിർബന്ധിക്കുന്ന രംഗം വരെയാണ്. തുടർന്നുള്ള മല്ല യുദ്ധം 44-ാം അധ്യായത്തിലാണ്. 44-ലാണ് കംസവധവും. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ ധനുർഭഞ്ജനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മധുരാപുരി സന്ദർശനം കഴിഞ്ഞ് വൈകുന്നേരം കിടന്നുറങ്ങിയ രാമകൃഷ്ണന്മാർ ഇവിടെ രാവിലെ തയ്യാറാവുന്ന ഒരു ഭാഗമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ അധ്യായത്തിൽ കംസന്റെ ദുർനിമിത്തങ്ങൾ കാണുന്നത് വർണ്ണിച്ചു. ജാഗ്രത്തിലും സ്വപ്നത്തിലും അദ്ദേഹത്തിന് ദുർനിമിത്തങ്ങളുടെ പ്രവാഹമായിരുന്നു. കണ്ണ് തുറന്നിരിക്കുമ്പോഴും പല പല ശബ്ദങ്ങളും മറ്റുമൊക്കെ കാണുന്നതും, അതുപോലെ കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം തലയില്ലാതെ കബന്ധം പോലെ കാണുന്നതും,
നിഴലിൽ ദ്വാരങ്ങളോടുകൂടി കാണുന്നതും ജ്യോതിസുകളെല്ലാം രണ്ട് രണ്ടായി ഇരട്ടിച്ചു കാണുന്നതും അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു. അതുപോലെ കണ്ണടച്ച് ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ സ്വപ്നത്തിൽ കഴുതപ്പുറത്ത് പോകുന്നതും നഗ്നനായിട്ട് എണ്ണ തേച്ച് ശരീരം മുഴുവൻ എണ്ണ തേപ്പിച്ച് നടന്നു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ചെമ്പരത്തി മാലയുമൊക്കെ ആയിട്ട് ഇതാകുന്നതും അതുപോലെ മരിച്ചുപോയവർ വന്ന് ആലിംഗനം ചെയ്യുന്നതും വിഷം കഴിക്കുന്നതും ഇങ്ങനെയുള്ള പല ഭയപ്പെടുത്തുന്നതായിട്ടുള്ള മൃത്യുദൂതന്മാരായ നിമിത്തങ്ങളെ കണ്ട് ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി. പിന്നീട് അദ്ദേഹം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മല്ലക്രീഡാ മഹോത്സവം കാരയാമാസ, ആ മല്ലരംഗത്തുള്ള ക്രീഡയ്ക്കായിക്കൊണ്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യാൻ ഏർപ്പാടാക്കി. രംഗമെല്ലാം ആളുകൾ തയ്യാറാക്കി, വാദ്യഘോഷങ്ങൾ മുഴക്കി, മഞ്ചങ്ങളെല്ലാം അലങ്കരിക്കപ്പെട്ടു. പതാകകളും മാലകളും ചൈലതോരണാദികളെ കൊണ്ടും ഓരോരുത്തർക്കും വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്ഥാനങ്ങളിൽ പുരവാസികളായ പൗരന്മാരും ഗ്രാമവാസികളായ ജാനപദന്മാരും ബ്രാഹ്മണ ക്ഷത്രിയൻ മുതലായിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അവരവർക്ക് സൗകര്യത്തിൽ ഇരുന്ന് കാണുന്ന രീതിയിൽ എല്ലാവരും അവിടെ വന്ന് പ്രവേശിച്ചിരുന്നു. രാജാക്കന്മാർ അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ വന്ന് ആസനസ്ഥരായി. കംസൻ അമാത്യന്മാരാൽ പരിവൃതനായിക്കൊണ്ട് രാജമഞ്ചത്തിൽ വന്ന് ഉപവിഷ്ടനായി. പ്രഭുക്കളുടെ നാട്ടുപ്രമാണിമാരുടെ മണ്ഡലേശ്വരന്മാരുടെയൊക്കെ മധ്യസ്ഥനായിട്ട് ഭയപ്പെടുന്ന ഹൃദയത്തോടു കൂടിയിട്ടാണ്, ചകിതനായിട്ടാണ് കംസൻ വന്നിരിക്കുന്നത്. അങ്ങനെ മല്ലന്മാർ താളം പിടിച്ചുകൊണ്ട് കൈത്തലം കൊണ്ട് താളം പിടിച്ചുകൊണ്ട് വരുന്നു. ആ സമയത്ത് വാദ്യഘോഷങ്ങളൊക്കെ മുഴങ്ങുന്നു. അലങ്കൃതരായ മല്ലന്മാർ അഹങ്കാരത്തോടുകൂടി അവരുടെ ഉപാധ്യായന്മാരോടുകൂടി വന്നു ചേർന്നു. ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലൻ മുതലായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള മല്ലന്മാര് ആ വാദ്യഘോഷങ്ങളാൽ സന്തുഷ്ടരായിക്കൊണ്ട് പ്രഹർഷിതരായിക്കൊണ്ട് ഉപസ്ഥാനം ആസേതുഹു, അവർക്കിരിക്കാനുള്ള രംഗത്ത് അതാത് സ്ഥാനങ്ങളിൽ അവരും വന്ന് ഇരിക്കാൻ ആസനസ്ഥരായി. അതുപോലെ ഇത് മല്ലയുദ്ധമൊക്കെ കാണാൻ വേണ്ടി, ഉത്സവം കാണാൻ വേണ്ടി വന്ന ഗോപന്മാര് നന്ദഗോപന്റെ നേതൃത്വത്തില് ഭോജരാജാവിനാൽ ക്ഷണിക്കപ്പെട്ടു വന്നവരാണ്. തങ്ങൾ കൊണ്ടുവന്ന കാഴ്ച വസ്തുക്കളെല്ലാം രാജാവിന് വേണ്ടിടത്ത് കാഴ്ചവെച്ച ശേഷം നിവേദിത ഉപായനാഹാത്തെ ഏകസ്മിൻ മഞ്ചേ ആവിശൻ, ഗോപന്മാരെല്ലാവരും ഒരു ഭാഗത്ത് ഒരു മഞ്ചത്തിൽ ഇരുപ്പുറപ്പിച്ചു. ഈ മല്ലരംഗത്ത് മല്ല യുദ്ധങ്ങൾ കാണുവാനായിക്കൊണ്ട് അവർക്കറിയില്ല രാമകൃഷ്ണന്മാരാണ് ഈ ചാണൂര മുഷ്ടികന്മാരോട് മല്ലയുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന്. അവര് പൊതുവെ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് മല്ലയുദ്ധം നടക്കുന്നു. ഗംഭീരന്മാരായിട്ടുള്ള മല്ലന്മാർ പല ദേശത്തുനിന്നും വന്നിട്ടുണ്ടാവും. ഈ മധുരാപുരിയിലെ മല്ലന്മാരോട് മറ്റ് ദേശത്തിലെ മല്ലന്മാരാണ് മല്ലടിക്കാൻ പോകുന്നത് എന്നുള്ള ആ രംഗം കാണാൻ വേണ്ടിയിട്ടാണ് നന്ദഗോപരും മറ്റ് ഗോപന്മാരുമെല്ലാം അവിടെ വന്ന് സ്ഥാനത്തിരിക്കുന്നത്. പക്ഷേ കംസന്റെ പ്ലാൻ വേറെയാണ്. അത് രാമകൃഷ്ണന്മാർക്ക് അറിയാം, അക്രൂരൻ അറിയാം, ബാക്കി ആർക്കും അറിയില്ല അല്ലേ. ചാണൂര മുഷ്ടികാദികൾക്ക് അറിയാം, കംസന്റെ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. ബാക്കി സജ്ജനങ്ങൾക്കൊന്നും ഈ പ്ലാൻ അറിയില്ല. ഈ മല്ലയുദ്ധത്തിൽ ചാണൂര മുഷ്ടികന്മാരുടെ എതിരായിട്ട് രാമകൃഷ്ണന്മാരെയാണ് യുദ്ധത്തിന് വെല്ലുവിളിക്കുന്നത്, അവരെ കൊല്ലാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് എന്നുള്ളത് വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് എല്ലാവരും നല്ലൊരു മല്ലയുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ട് അവരവരുടെ സ്ഥാനത്ത് ആകാംക്ഷയോടെ ഇരിപ്പുറച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ്, ഏതൊക്കെ ദേശത്തു നിന്നാണ് മല്ലന്മാർ വരുന്നത് എന്നാണ് അവരുടെ പ്രതീക്ഷ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രംഗം കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം വർണ്ണിച്ചിട്ടാണ് നിർത്തിയത്. നമ്മൾ ഈ അധ്യായം അതിന്റെ തുടർച്ചയായിട്ട് രാമകൃഷ്ണന്മാർ രാവിലെ എഴുന്നേറ്റ് അവരുടെ നിത്യകൃത്യങ്ങളെല്ലാം ചെയ്ത് സ്നാനാദികളൊക്കെ ചെയ്ത് പുറപ്പെടുന്നതോടു കൂടിയിട്ടാണ് മല്ലരംഗത്തേക്ക് അവർ പ്രവേശിക്കുന്നതാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ അധ്യായത്തിലെ മല്ലരംഗ പ്രവേശം, അതിൽ കുവലയാപീഠ വധം മുഖ്യം. കുവലയാപീഠത്തിനെ വധിക്കുന്നതാണ് ഈ അധ്യായത്തിൽ ആദ്യത്തെ 14-15 ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത്.
നാരായണ. നമുക്ക് 43-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ദശമസ്കന്ധേ 43-തമോऽധ്യായഃ. ശ്രീശുക ഉവാച അഥ കൃഷ്ണശ്ച രാമശ്ച കൃതശൗചൗ പരന്തപ മല്ലദുന്ദുഭിനിർഘോഷം ശ്രുത്വാ ദ്രഷ്ടും ഉപേയതുഃ. ശ്രീശുക ഉവാച അഥ കൃഷ്ണശ്ച രാമശ്ച കൃതശൗചൗ പരന്തപ മല്ലദുന്ദുഭിനിർഘോഷം ശ്രുത്വാ ദ്രഷ്ടും ഉപേയതുഃ. ശ്രീശുക ബ്രഹ്മർഷി ആരംഭിക്കുന്നു. അഥ കൃഷ്ണശ്ച രാമശ്ച കൃതശൗചൗ പരന്തപ. പരീക്ഷിത്ത് രാജാവിനെ സംബോധന ചെയ്തതാണ് പരന്തപ. ശത്രുക്കളെ തപിപ്പിക്കുന്ന ഹേ മഹാരാജാവേ, അധർമ്മികളായിട്ടുള്ളവരെയൊക്കെ തപിപ്പിക്കുന്ന, ദുഷ്ടന്മാരെയൊക്കെ തപിപ്പിക്കുന്ന ആളാണല്ലോ രാജാവായിട്ടുള്ള അങ്ങ്. അതുപോലെയുള്ളൊരു രംഗം, ഒരു സംഭവം അങ്ങ് കാണാനിരിക്കുകയാണ് അല്ലേ? കംസനെ പോലെയുള്ള ദുഷ്ടനെ, കംസപക്ഷപാതികളായിട്ടുള്ള ദുഷ്ടന്മാരെ ഒക്കെ തപിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ തുടർന്ന് കേട്ടോളൂ. ധർമ്മ സംസ്ഥാപനത്തിനായിട്ട് അവതരിച്ചിട്ടുള്ള ഭഗവാന്റെ ലീലകൾ കേട്ടോളൂ എന്ന് പരന്തപ എന്ന് സംബോധന ചെയ്ത് അഥ അനന്തരം. അനന്തരം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരുക്കങ്ങളൊക്കെ ആയി കംസനടക്കം തന്റെ മഞ്ചത്തിലൊക്കെ വന്നിരുന്നു. നന്ദഗോപാദികളെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ വന്നിരുന്നു. അതിനുശേഷം അപ്പോൾ കൃഷ്ണൻ ഇത്തിരി ലേറ്റായിട്ടാണ് പുറപ്പെടുന്നത്. ഗോപന്മാരും അച്ഛനും നന്ദഗോപരും തയ്യാറാവുമ്പോൾ കൃഷ്ണനെ വിളിച്ചു. വരുന്നില്ലേ മോനെ മല്ലയുദ്ധം കാണാൻ, അല്ലേ? മല്ലയുദ്ധം കാണാൻ വരുന്നില്ലേ എന്നുള്ള അർത്ഥത്തില് അച്ഛൻ രാവിലെ മകനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മകൻ പറഞ്ഞു, അച്ഛൻ പൊക്കോളൂ, ഞാൻ ഇത്തിരി കൂടി കിടന്നിട്ട് വേഗം വരാം, ഞങ്ങൾ വന്നോളാം, അച്ഛൻ പൊക്കോളൂ, ഞങ്ങൾ കൂട്ടുകാരുമായിട്ട് ഏട്ടനുമായിട്ട് വന്നോളാം, അപ്പോഴേക്കേ തുടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് അച്ഛനെ മുമ്പേ അയച്ചു. എന്തായിരിക്കാം ഭഗവാന്റെ ഉദ്ദേശം? കാരണം ഇനി താൻ മല്ലരംഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കുവലയാപീഠത്തെ വധിക്കേണ്ടതുണ്ട്. അതിനെ വഴിയിൽ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് അച്ഛനൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അച്ഛനൊത്തിരി ബുദ്ധിമുട്ട് തോന്നിയാലോ, അച്ഛനെ ഉപദ്രവിച്ചാലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട, അച്ഛൻ സ്വൈരമായിട്ട് മുമ്പേ പോയി ഇരുന്നോട്ടെ, ഈ കുവലയാപീഠത്തെ താൻ കൈകാര്യം ചെയ്താൽ മതി, അത് അച്ഛൻ കാണണ്ട എന്ന മട്ടിലാണ് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇടയ്ക്ക് നടന്നിട്ടുണ്ടാവും. ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞിട്ടില്ല അവിടെ, മറ്റ് പല ഗ്രന്ഥങ്ങളിലും കാണാം. അപ്പൊ ഇങ്ങനെ ഭഗവാൻ ഇത്തിരി വൈകിയാണ് ചെല്ലുന്നത്, അച്ഛൻ്റെ ഒപ്പം പോകുന്നില്ല. അപ്പൊ കൃഷ്ണശ്ച രാമശ്ച, രാമകൃഷ്ണൗ എന്നർത്ഥം. രാമനും കൃഷ്ണനും കൃതശൗചൗ, കൃതശൗചൗ, കൃതം ശൗചം ഏന എന്ന് പറഞ്ഞാൽ കൃതശൗച ഏകവചനം, അതിന്റെ ദ്വിവചനം, രണ്ടുപേരും കൃതശൗചന്മാരായിട്ട്. അപ്പൊ രാവിലത്തെ ശുചികർമ്മങ്ങൾ, സ്നാനാദികളെല്ലാം ചെയ്തിട്ട്, അല്ലേ, എഴുന്നേറ്റ് ദന്തധാവനം, സ്നാനം, അതുപോലെയുള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണ്ടതെല്ലാം ചെയ്തിട്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഭഗവാൻ നിത്യശുദ്ധനാണ്. നിത്യശുദ്ധനായിട്ടുള്ള ഭഗവാനും സ്നാനാദി കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നു എന്നർത്ഥം. ഒരു മനുഷ്യരൂപം എടുത്തിരിക്കുന്നതുകൊണ്ട് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ ചെയ്യുന്നതായിട്ട് അഭിനയിക്കും. അപ്പം നമ്മളുമൊക്കെ രാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ ശൗചാദി കർമ്മങ്ങൾ നേരത്തെ കഴിച്ചിട്ട് വേണം ഏത് പരിപാടിക്കും പോകാൻ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ ബലരാമസ്വാമിയോടുകൂടി ശൗചാദികൾ കഴിച്ച് കൃതശൗചൗ മല്ലദുന്ദുഭി നിർഘോഷം ശ്രുത്വാ ദ്രഷ്ടും ഉപേയതുഃ. മല്ലദുന്ദുഭി നിർഘോഷം ശ്രുത്വ, ആ മല്ലരംഗത്തുള്ള ദുന്ദുഭി നിർഘോഷം,
മല്ലയുദ്ധം ആരംഭിക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതായിട്ടുള്ള ആ കേളികൊട്ട്, ഭേരീനാദം, ദുന്ദുഭി എന്ന് പറഞ്ഞാൽ വലിയ വലിയ വാദ്യങ്ങൾ മുഴക്കുകയാണ്. എല്ലാവരും വരുവിൻ, എല്ലാവരും വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കുന്ന കേളികൊട്ടാണത്. ഏത് കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഘോഷം ഉണ്ടാകും. ഞങ്ങളും എന്താ പറയുക, സത്സംഗങ്ങൾക്കൊക്കെ നമ്മളെ വിളിച്ചിട്ട് പ്രഭാഷണങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എത്തും. പലയിടത്തും 6 മണി എന്ന് സമയം വെച്ചാൽ നമ്മൾ 5:50, 5:55 അവിടെ എത്തിയിരിക്കും. സംഘാടകർ പോലും അവിടെ ഉണ്ടാവില്ല. അപ്പം അവരൊക്കെ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാളോ രണ്ടാളോ ഉണ്ടെങ്കിൽ അവരുടനെ മൈക്കിൽ വിളിച്ച് പറയാൻ തുടങ്ങും. നമ്മുടെ ഇന്നത്തെ പ്രഭാഷകൻ സ്വാമി കൃഷ്ണാത്മാനന്ദ, അത് പേരൊന്നും ശരിക്കും പറയാനൊന്നും അറിയില്ല, പല പേരുകളൊക്കെ പറഞ്ഞ് നമ്മുടെ പേര് പലരും പല രീതിയിൽ മാറ്റും. അതൊക്കെ നമ്മൾ സഹിച്ചോളണം. എന്തായാലും ഇങ്ങനെ പേരൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് സ്വാമിജി എത്തിയിട്ടുണ്ട്, ഒരു താലപ്പൊലിയും പൂർണ്ണകുംഭവും ഒക്കെ ആയിട്ട് സ്വീകരിക്കാൻ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരുങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പേ നമ്മൾ പോയി സ്ഥലത്ത് ചാടി വീണ് കഴിഞ്ഞിരിക്കും. പലർക്കും നമ്മളെ നിർബന്ധിച്ച് തിരിച്ച് കുറച്ച് ദൂരം നടത്തിച്ച് അവിടുന്ന് സ്വീകരിച്ചു കൊണ്ടുവരും. അപ്പം അതുപോലെ വിളിച്ചു പറയും മൈക്കിലൂടെ, സ്വാമിജി എത്തിയിട്ടുണ്ട്, എല്ലാവരും വരൂ, എല്ലാവരും വരൂ, എല്ലാവരും വരൂ എന്ന് പറഞ്ഞ് നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തും. എന്നിട്ടാണ് പ്രഭാഷണങ്ങളൊക്കെ ആരംഭിക്കുക. അപ്പം അതൊരു കേളികൊട്ടാണ്. അവിടെ മൈക്കിലാണ് വിളിച്ചു പറയുന്നത്. അപ്പം അതുപോലെ ഇവിടെയും മല്ല ദുന്ദുഭി നിർഘോഷം ശ്രുത്വ, ആ ഘോഷം, നല്ല ഘോഷം മുഴങ്ങുന്നുണ്ട്. അത് കേട്ടിട്ട് എവിടേക്കാ പോകേണ്ടതെന്ന് അപ്പോൾ ഡയറക്ഷനൊക്കെ കൃത്യമായി. അത് പിന്നെ വഴി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ നിന്നാണോ ശബ്ദം കേൾക്കുന്നത് അവിടേക്ക് അഭിമുഖമായി നടന്നാൽ മതി. പിന്നെ അവിടെ രാജവീതികളിലൂടെ നടക്കുന്നവരൊക്കെ അവിടേക്ക് തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. എല്ലാവരും ആ മല്ലരംഗത്തേക്ക് യാത്രയായിരിക്കും. അപ്പോൾ ഒരു ഒഴുക്കായിരിക്കും, ജനങ്ങളുടെ ഒരു പ്രവാഹമായിരിക്കും. അവിടേക്ക് അവരുടെ കൂടെ അങ്ങോട്ട് നടന്നാൽ മതി. എന്തായാലും ദ്രഷ്ടും ഉപേയതുഹു, ഉപേയതുഹു രണ്ടുപേരും, ഉപഈയതുഹു സമീപിച്ചു എന്നാണ്. മല്ലരംഗത്തേക്ക് രണ്ടുപേരും സമീപിച്ചു. ഒരാളാണെങ്കിൽ ഉപഇയായ, ഉപേയായ എന്ന് പറയും. മറ്റേത് രണ്ടുപേരായതുകൊണ്ട് ഉപേയതുഹു. മൂന്നോ അധികമോ ഉണ്ടെങ്കിൽ ഉപേയുഹു. എല്ലാവരും ഉപഇയുഹു, എല്ലാവരും സമീപിച്ചു. അപ്പോൾ ഇവിടെ എന്തായാലും രാമകൃഷ്ണൗ ഉപേയതുഹു, രാമകൃഷ്ണന്മാർ യാനം ചെയ്തു. അവിടെ രംഗദ്വാരം പ്രവേശിക്കുകയാണ്. രംഗദ്വാരം സമാസാദ്യ തസ്മിൻ നാഗം അവസ്ഥിതം അപശ്യത് കുവലയാപീഠം കൃഷ്ണോംബഷ്ടപ്രചോദിതം. രംഗദ്വാരം സമാസാദ്യ തസ്മിൻ നാഗം അവസ്ഥിതം അപശ്യത് കുവലയാപീഠം കൃഷ്ണോംബഷ്ടപ്രചോദിതം. അപ്പൊ കൃഷ്ണൻ ഭഗവാൻ രംഗദ്വാരം സമാസാദ്യ, മല്ലരംഗത്തേക്കുള്ള ദ്വാരം, കവാടം, പല കവാടങ്ങൾ ഉണ്ടാവും അല്ലേ? ഒരു വലിയൊരു സ്റ്റേഡിയം ഒക്കെ ആണെങ്കിൽ എല്ലാ ദിക്കുകളിൽ നിന്നും, വലിയ സ്റ്റേഡിയം ഒക്കെ ആണെങ്കിൽ 10ഉം 12ഉം എൻട്രൻസുകൾ ഉണ്ടാവും. ഗേറ്റ് നമ്പർ 1, ഗേറ്റ് നമ്പർ 2, ഗേറ്റ് നമ്പർ 3 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ VVIPകൾക്കുള്ള ഗേറ്റുകൾ, സാധാരണക്കാർക്കുള്ള ഗേറ്റുകൾ അല്ലേ, അങ്ങനെ ഓരോരോ വിശേഷ ഗേറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുപോലെ ഇവിടെ ഇവര് പോകുന്ന ഭാഗത്തുനിന്ന് ഇവർക്ക് പ്രവേശിക്കാനുള്ള രംഗദ്വാരം, ആ രംഗദ്വാരം സമാസാദ്യ, അതിനെ സമീപിച്ചിട്ട്, സമ്യത് ആസാദ്യ, അടുത്ത് ചെന്നിട്ട്, തസ്മിൻ നാഗം അവസ്ഥിതം അപശ്യത്ത്, തസ്മിൻ ആ രംഗദ്വാരേ അവസ്ഥിതം നാഗം അപശ്യത്ത്, അവിടെ നിൽക്കുന്ന നാഗത്തെ കണ്ടു. നാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം? നാഗം എന്ന് പറഞ്ഞാൽ ഒരർത്ഥമല്ല. നാഗം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ചലിക്കുന്നത് എന്നാണ്. വാക്കിനർത്ഥം ചലിക്കുന്നത് എന്നാണ്. ഗം എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നത്, അകം എന്ന് പറഞ്ഞാൽ ഗമിക്കാത്തത്,
അകം എന്ന് പറഞ്ഞാൽ ഗമിക്കാത്തതല്ലാത്തത്. അപ്പൊ ഗമിക്കുന്നത് ഡബിൾ നെഗറ്റീവ് കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഗം എന്നുള്ള അർത്ഥം തന്നെ വന്നു ചേരും. ഗമിക്കുന്നത് എന്നുള്ള അർത്ഥം തന്നെ നാഗം എന്ന് പറയുമ്പോൾ വരും. എന്തിനാണ് പാമ്പിനും ആനയ്ക്കും നാഗം എന്ന് പേരിട്ടിരിക്കണത്? പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? പക്ഷെ പുതിയ പുതിയ ആൾക്കാരുടെയൊക്കെ പേരുകൾ കാണുന്നുണ്ട്, അവർക്കും കൂടി അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോ നമ്മളുമൊക്കെ നാഗങ്ങളാണ്. എന്താ വെച്ചാൽ നമ്മളൊക്കെ ഗമിക്കുന്നവരാണ്. സഞ്ചരിക്കാൻ കഴിവുള്ളവരൊക്കെ, എല്ലാ പശുക്കളും എല്ലാവരും നാഗങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മളെയൊന്നും അങ്ങനെ പറയാറില്ല. ചില ആൾക്കാരെ പറയും, വൈകുന്നേരം ആയാൽ വീട്ടിലേക്ക് എഴഞ്ഞെഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ? അവരെ മലയാളത്തിൽ പാമ്പ് എന്ന് തന്നെ പറയും. അവിടെ നാഗെന്നല്ല, പാമ്പ് എന്നാ പറയുക. അപ്പൊ നമ്മളുമൊക്കെ നാഗങ്ങളാണ്. പക്ഷെ നമ്മളെ പറയില്ല. എന്തുകൊണ്ട്? നമ്മുടെ കാലുകളൊക്കെ വ്യക്തമായിട്ട് കാണാം. നമ്മൾ സഞ്ചരിക്കുന്ന ജന്തുക്കളാണെന്ന് എല്ലാവർക്കും സ്പഷ്ടമായിട്ട് അറിയാം. എന്നാൽ പാമ്പ് കാലില്ലാത്ത ജന്തുവാണ്. ഉരസേന ഗമിക്കുന്നത് കൊണ്ട് ഉരകം. ഉരസാ ഗച്ഛതീതി ഉരകഃ. ഉരകം എന്ന് പറഞ്ഞാൽ മാറുകൊണ്ട് എഴഞ്ഞ് സഞ്ചരിക്കുന്നത്. അപ്പോ അതിന് കാലില്ല, ഗൂഢപാദനാണ് അല്ലേ? അതിന്റെ പാദം ഗൂഢം, മറഞ്ഞിരിക്കുന്നു, കാണില്ല. നമുക്ക് നമ്മളെക്കാൾ ശക്തിയുണ്ട് പാദങ്ങൾക്ക്. നമ്മൾ വഴിക്ക് വീണൂന്ന് വരും. കാലുള്ള നമ്മൾ, കൈയുള്ള നമ്മൾ എവിടെ പിടിച്ചാലും കയറുമ്പോഴും ഒക്കെ വഴിക്ക് വീണൂന്ന് വരും. പാമ്പുകള് കയ്യും കാലും ഒന്നും ഇല്ലെങ്കിലും ഒരു ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചതാണ്, പിന്നെ പിടിവിടില്ല. അപ്പൊ അതാണ് അത്ഭുതം. കയ്യും കാലും ഇല്ലാത്തവരുടെ ആ ഒരു പ്രത്യേക ശക്തി, നമ്മളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനും നമ്മളെക്കാൾ ശക്തമായിട്ട് പിടിക്കാനുമുള്ളതായിട്ടുള്ള അവരുടെ കഴിവ്. പക്ഷേ നമ്മൾ അതിനെ കണ്ടു കഴിഞ്ഞാൽ കാലില്ലാത്തത് കൊണ്ട് ഗമിക്കാത്തതാണ് എന്ന് ധരിക്കും. ഒരു കയറ് കിടക്കും പോലെ ജഡമായിട്ടൊരു വസ്തു കിടക്കണു, അതുണ്ടോ നമ്മുടെ അടുത്തേക്ക് വരുന്നു, അതിന് നമ്മളെ ഉപദ്രവിക്കാനൊന്നും കഴിവില്ല എന്ന് മൂഢന്മാർ, പാമ്പിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കരുതും. അപ്പൊ അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്കുള്ള നോട്ടീസാണ് നാഗം നാഗം നാഗം, സർപ്പം 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 എന്നൊക്കെ പറയുന്നത്. സർപ്പം എന്ന് പറഞ്ഞാലും സഞ്ചരിക്കുന്നത്, സർപ്പിക്കുന്നത്, വ്യാപിക്കുന്നത് സർപ്പം. സരീസൃപം, ഇഴഞ്ഞ് വ്യാപിക്കുന്നത്. നാഗം, ഗമിക്കുന്നത് എന്നർത്ഥത്തിൽ. അതേപോലെയാണ് ആനയാണെങ്കിലും ചിലപ്പോൾ അത് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ വല്ല പാറയാണ്, അല്ലെങ്കിൽ മലയാണ്, കുന്നാണെന്നൊക്കെ വിചാരിക്കാം. അതിൻ്റെ അടുത്തേക്ക് അതിനൊന്നും ഓടാനും നടക്കാനും ഒന്നുള്ള കഴിവൊന്നുമില്ല, അതൊരു ശില്പമാണ് എന്നൊക്കെ വിചാരിക്കും ചിലപ്പോൾ അല്ലേ? 4 കാലിൽ കെട്ടിവെച്ചിട്ടുള്ള ഒരു ശില്പം. അങ്ങനെ കരുതി അതിൻ്റെ അടുത്തേക്ക് പോയി പണി ഇരന്ന് വാങ്ങാൻ ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് പണി വാങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തേക്ക് പോകരുത്, അത് ഇങ്ങോട്ട് വരും, അതിന് ഗമിക്കാനുള്ള ശേഷിയുള്ളതാണ്, ദൂരെ നിൽക്കൂ എന്നുള്ള അർത്ഥം ധ്വനിപ്പിക്കാനാണ് നാഗം എന്ന് പാമ്പിനെയും ആനയെയും പറയുന്നത്. ബാക്കി ഗമിക്കുന്നതൊക്കെ തന്നെ നാഗങ്ങളാണ്, പക്ഷെ അവയ്ക്കൊന്നും ആ അർത്ഥമില്ല, ആ പേര് പറയാറില്ല. പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അല്ലാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പറയാറില്ല. അപ്പൊ ഇവിടെ അവസ്ഥിതം നാഗം അപശ്യത്, അവിടെ നിൽക്കുന്ന നാഗത്തെ ദർശിച്ചു, ആനയെ ദർശിച്ചു. അതിന്റെ പേര് പറഞ്ഞതാണ് കുവലയാപീഠം. കുവലയാപീഠം എന്ന് പറഞ്ഞാൽ കുവലയത്തിന് ആപീഠമായിരിക്കുന്നത്. കു എന്നാൽ ഭൂമി, കുവലയം ഭൂമണ്ഡലം, ഭൂമണ്ഡലത്തിന് അലങ്കാരമായത്. ആപീഠം എന്ന് പറഞ്ഞാൽ അലങ്കാരം. അപ്പൊ ഭൂമിക്ക് തന്നെ അലങ്കാരമായിട്ടുള്ള വലിയൊരു ഗജേന്ദ്രൻ, കരയിൽ വെച്ച് ഏറ്റവും വലിയ മൃഗമാണ് ആന. അതില് ഇത് വിശേഷാൽ ഏറ്റവും ഗംഭീരനായിട്ടുള്ള വലിയ കൊമ്പും വലിയ മസ്തകവും നല്ല ഉയരവുമൊക്കെ ഉള്ള നല്ലൊരു ആന. അതുകൊണ്ടാണ് അതിന് ആ പേരിട്ടിരിക്കുന്നത്, ഭൂമണ്ഡലത്തിന് അലങ്കാരം എന്ന്. കുവലയാപീഠം. അത് എങ്ങനെ നിൽക്കുന്നു? അമ്പഷ്ടപ്രചോദിതം. അമ്പഷ്ടൻ എന്ന് പറഞ്ഞാൽ ആനപ്പാപ്പ.
ആനയെ കൈകാര്യം ചെയ്യുന്ന, അതിനെ മേയ്ക്കുന്ന പാപ്പാന്റെ പേരാണ് അമ്പഷ്ടൻ. അപ്പൊ അമ്പഷ്ട പ്രചോദിതം എന്ന് പറഞ്ഞാലോ, മനഃപൂർവ്വം അമ്പഷ്ടൻ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ആരെ കണ്ടപ്പോ? ഈ രാമകൃഷ്ണന്മാരെ കണ്ടപ്പോ അവരെ ആക്രമിക്കാനായിക്കൊണ്ട് നല്ല തയ്യാറെടുപ്പോടുകൂടെ ആനയെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണന്റെ നേർക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവനെ ആക്രമിച്ചു വന്ന മട്ടില് ആനയെ പെരുക്കുന്നുണ്ടാവും ഈ അമ്പഷ്ടൻ. അങ്ങനെ വഴി തടഞ്ഞാണ് ഈ ആന നിൽക്കുന്നത്. അപ്പോ ഭഗവാൻ എന്തായി? ഒരുങ്ങി എന്നർത്ഥം. രണ്ടിലൊന്ന് തീരുമാനിക്കണം, അല്ലേ? ഭഗവാനെ സംബന്ധിച്ച് രണ്ടിലൊന്നൊന്നുമില്ല, ഒന്ന് തന്നെ ഉള്ളൂ തീരുമാനം. ഒറ്റ തീരുമാനമേ ഉള്ളൂ. തീരുമാനിച്ചത് നടത്തുന്ന ആളാണ്. ഏത് കർമ്മവും ക്ലേശരഹിതനായി ചെയ്യുന്ന അക്ലിഷ്ട കർമാവാണ് ഭഗവാൻ. സത്യസങ്കല്പനാണ് ഭഗവാൻ. സർവശക്തനാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാന് സംശയമൊന്നുമില്ല. നമ്മളെപ്പോലെ രണ്ടിലൊന്ന് തീരുമാനിക്കാനൊന്നുമില്ല. ഒരു നിശ്ചയമേ ഉള്ളൂ, അത് സാധിക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിന് ഒരുങ്ങി. ബദ്ധ്വാ പരികരം ശൗരി സമുഹ്യ കുടിലാളകാൻ ഉവാച ഹസ്തിപം വാചാ മേഘനാദ ഗഭീരയാ. ബദ്ധ്വാ പരികരം ശൗരി സമുഹ്യ കുടിലാളകാൻ ഉവാച ഹസ്തിപം വാചാ മേഘനാദ ഗഭീരയാ. ശൗരിഹി എന്ന് പറയുമ്പോൾ ശൂരസേന വംശത്തിൽ പിറന്നവരെല്ലാം ശൗരികളാണ്. വസുദേവൻ ശൗരിയാണ്, ബലരാമൻ ശൗരിയാണ്, ശ്രീകൃഷ്ണൻ ശൗരിയാണ്, പ്രദ്യുമ്ന അനിരുദ്ധാദികൾ സാമ്പാദികൾ ഒക്കെ ശൗരികളാണ്. ശൂരസേനന്റെ വംശത്തിൽ പിറന്നവരായതുകൊണ്ട്. മറ്റൊരർത്ഥത്തിൽ ശൗരി എന്ന് പറഞ്ഞാൽ ശൗര്യം ഉള്ളവൻ, പരാക്രമശാലി. രണ്ട് പേരും ഭഗവാന് ചേരും. രണ്ടർത്ഥത്തിലും പ്രയോഗിക്കാം എന്നർത്ഥം. അങ്ങനെ പരാക്രമിയായ ഭഗവാൻ കൃഷ്ണൻ പരികരം ബദ്ധ്വാ. പരികരം എന്ന് പറഞ്ഞാൽ കച്ച കെട്ടുന്നതിനാണ് പരികരം ബന്ധിക്കുക എന്ന് പറയുന്നത്. അപ്പൊ താൻ മേൽവേഷ്ടിയായി ഉത്തരീയമായി അണിഞ്ഞിരുന്ന ആ നീലപ്പട്ട് അതിനെ എടുത്തു. മഞ്ഞപ്പട്ടാണ്, പീതാംബരമാണ് ധരിച്ചിരിക്കുന്നത്. അത് അഴിഞ്ഞു പോകാതിരിക്കുന്ന രീതിയിൽ ഈ കച്ചയെ വലിച്ചു കെട്ടി എന്നാണ്. അപ്പോൾ ഒരുങ്ങുകയാണ്. പരികരം ബദ്ധ. മല്ലന്മാരൊക്കെ അങ്ങനെ അവരുടെ അരയിലുടുത്തിരിക്കുന്ന ഏത് ഗെയിമിന് പോകുന്നവരും ഏത് കളിക്ക് പോകുന്നവരും അവരുടെ വസ്ത്രം അഴിഞ്ഞു വീഴാതിരിക്കാൻ നോക്കണം, അല്ലേ? ഡാൻസ് കളിക്കുന്നവരാണെങ്കിലും വേണം. അപ്പോൾ അത് നല്ലതുപോലെ ബന്ധിച്ചു, കച്ച കെട്ടി എന്നർത്ഥം. അങ്ങനെ പരികരം ബദ്ധ്വാ കുടിലാളകാൻ സമുഹ്യ. ഭഗവാന്റെ വക്രമായിട്ട് മുഖത്തേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന കുടിലങ്ങളായ അളകങ്ങൾ എന്ന് പറഞ്ഞാൽ കുറുനിരകൾ. അപ്പൊ തന്റെ കണ്ണ് മറയ്ക്കുന്നു. ഇതിങ്ങനെ മുഖത്തിങ്ങനെ കാറ്റത്ത് പാറിക്കിടക്കുമ്പോൾ അതൊരു തടസ്സമായിട്ടൊരു തിരശീല പോലെ ഇങ്ങനെ മുമ്പിൽ കിടന്ന് കളിക്കുകയാണ് കണ്ണിന്റെ മുമ്പില്. അപ്പൊ അതിനെയൊക്കെ മാടി വലിച്ചങ്ങട് തലമുടിയിൽ ചേർത്ത് കെട്ടി. അതാണ് കുടിലാളകാൻ സമുഹ്യ. സമ്യക് ഉഹ്യ. ഉഹ്യ എന്ന് പറഞ്ഞാൽ അവിടെ വഹ് എന്നുള്ള ധാതുവിന്റെ രൂപാന്തരമാണ്. അതിനെ വേണ്ട പോലെ വഹിച്ചിട്ട്, അതിനെ വേണ്ട പോലെ, അല്ലെങ്കിൽ അതിനെ സമൂഹമാക്കി ചെയ്തിട്ട് എന്ന അർത്ഥത്തിലും പറയാം. സമൂഹമാക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് ബന്ധിച്ചിട്ട്. അപ്പൊ ചൂർണ കുന്തളങ്ങളെ വക്രങ്ങളായിട്ടുള്ളവയെല്ലാം ബന്ധിച്ചു, ബലമായി കെട്ടി. എന്നിട്ടോ ഉവാച ഹസ്തിപം വാചാ മേഘനാഥ ഗഭീരയാ. മേഘനാഥ ഗഭീരയാ വാച ഹസ്തിപം ഉവാച. ഹസ്തിപം എന്ന് പറഞ്ഞാൽ ഹസ്തിപഹ, ഹസ്തിയെ പാലിക്കുന്നവൻ. ഹസ്തിം പാദീതി ഹസ്തിപഹ. ആനയെ രക്ഷിക്കുന്നവൻ, ആനയെ പരിപാലിക്കുന്നവൻ. മുമ്പ് അമ്പഷ്ടൻ എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു പര്യായ ശബ്ദമാണ് ഹസ്തിപൻ എന്നുള്ളതും. ആനയുടെ എല്ലാ പര്യായ ശബ്ദങ്ങളോടും പകാരം ചേർത്ത് കഴിഞ്ഞാൽ ആനപ്പാപ്പാനായി. ദ്വിപം എന്ന ആനയ്ക്ക് പേരുണ്ട്, ദ്വിപഹ. അതിന്റെ കൂടെ ഒരു പകാരം ചേർത്താലോ, ദ്വിപപഹ. അപ്പൊ ഏതേത് ഇഭം ഇബപഹ, അങ്ങനെ ഏത് പേരിനോടും ആനയുടെ ഏത് പര്യായ ശബ്ദങ്ങളോടും പഹ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അതിനെ പാലിക്കുന്നവൻ എന്നർത്ഥമായി കഴിഞ്ഞു. അപ്പൊ എവിടെ കണ്ടാലും കേട്ടാലും എങ്ങനെയാണ് പദങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഒന്ന് അറിഞ്ഞു വെച്ചോളും. അപ്പൊ എന്തായാലും ഹസ്തിയെ പാലിക്കുന്നവൻ ആ പാപ്പാനോട്, ആനപ്പാപ്പാനോട് മേഘനാഥ ഗഭീരയാ വാച ഉവാച.
മേഘനാദം ഇടിവെട്ട്. അപ്പൊ ഇടിവെട്ട് പോലെ ഗംഭീരമായിട്ടുള്ള ഗൗരവ ശബ്ദത്തില് ആജ്ഞ പോലെ ഉവാച പറഞ്ഞു എന്നർത്ഥം. തന്റെ ഒരു ആജ്ഞയാണ്. അങ്ങോട്ടൊരു പ്രകോപനം കൂടിയുണ്ട് ഭഗവാന്റെ ഈ ശബ്ദത്തില്. വിനയത്തിൽ അപേക്ഷിക്കുകയല്ല, ഒന്ന് വഴിമാറ്റി തരുമെന്ന്, ഞങ്ങളും ഒന്ന് നല്ല യുദ്ധം കാണാനായിട്ട് ഞങ്ങളെ ഒന്ന് അനുവദിക്കൂന്ന് എന്നുള്ള അപേക്ഷയൊന്നുമല്ല അവിടെ. വിനയമൊന്നും ഭഗവാൻ പ്രകടിപ്പിക്കുന്നില്ല. എന്തിനു വേണ്ടി? അവൻ ഓൾറെഡി പ്രിപ്പയർഡാണ്. പ്രകോപിപ്പിച്ച് നിൽക്കുകയാണ് ആനയെ. എന്നാ പിന്നെ അവനെ ആ രീതിയിൽ തന്നെ അവനെ നേരിടാം. അവൻ ഒന്നുകൂടെ പ്രകോപിക്കട്ടെ, എന്നിട്ട് വേണം അതിന്റെ പണി കഴിക്കാൻ, താൻ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ അതിനുള്ളൊരു അവസരം ഭഗവാൻ ഉണ്ടാക്കുകയാണ്. ആ ആനക്കാരന്റെ ഭാവവും നിൽപ്പും ഒക്കെ കണ്ടപ്പോ, അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോ അവനെ വിനയത്തോടുകൂടി സമീപിക്കാൻ തോന്നിയില്ല. ഭഗവാൻ ഒരുങ്ങിക്കൊണ്ട് തന്നെ അവനോട് ആജ്ഞാപിക്കും മട്ടില് മേഘനാഥ ഗഭീരയ വാച ഹസ്തിപം ഉവാച. എന്താ ഭഗവാൻ പറയുന്നത്? അംബഷ്ടമാർഗം നൗദേഹ്യപക്രമ മാചിരം നോ ചേത് സകുഞ്ചരം ത്വാദ്യ നയാമി യമസാദനം. ഇതാണ് ഭഗവാന്റെ ആജ്ഞ, ഭഗവാന്റെ വാക്ക്. എന്താണ് ഭഗവാൻ പറയുന്നത്? അംബഷ്ട 2 പ്രാവശ്യമാണ് വിളിക്കുന്നത്. എടാ ആനക്കാര. തന്റെ ആ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന രീതിയിൽ 2 പ്രാവശ്യം വിളിച്ചു. അവന്റെ ശ്രദ്ധയെ നല്ലോണം ഉണ്ടാക്കാനും പ്രേരിപ്പിക്കാനും. ഹേ അംബഷ്ട നൗ മാർഗം ദേഹി. നൗ ഞങ്ങൾ 2 പേർക്കും, രാമകൃഷ്ണന്മാരായ ഞങ്ങൾ 2 പേർക്കും മാർഗം ദേഹി, വഴി തരൂ, വഴി അടഞ്ഞു നിൽക്കാതെ എന്ന മട്ടില് മാർഗം ദേഹി. അപക്രമിക്കുക എന്ന് പറഞ്ഞാൽ മാറി നിൽക്ക്, അകലേക്ക് മാറി നിൽക്ക്. ക്രമിക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വെക്കലാണ്, കാല് വെക്കലാണ്. അത് എന്ന് പറയുമ്പോൾ ദൂരേക്ക് മാറി നിൽക്ക്, വഴി നിന്ന് മാറി നിൽക്ക്. മാചിരം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്നാ പറയണത്, വൈകരുത്. കുറെ നേരം കഴിഞ്ഞിട്ടല്ല മാറി നിൽക്കേണ്ടത്, മര്യാദയ്ക്ക് വേഗം മാറി നിന്നോ എന്നുള്ള ഭീഷണി ശബ്ദത്തിൽ തന്നെയാണ് ഭഗവാൻ പറയുന്നത്. നോ ചേത്, ഇല്ലെങ്കിൽ. അവിടെ ഭേദം, ഭീഷണി. നോ ചേത് സകുഞ്ചരം ത്വാ അദ്യ നയാമി യമസാദനം. ത്വാ എന്ന് പറഞ്ഞാൽ നിന്നെ ഒറ്റയ്ക്കല്ല. സകുഞ്ചരം ത്വാ, കുഞ്ചരത്തോടുകൂടിയ നിന്നെ, ആനയോടുകൂടിയ നിന്നെ, നീയും നിന്റെ ആനയും നിന്നെ ഞാൻ ഇപ്പൊ തന്നെ യമസാധനം നയാമി, യമന്റെ സാധനത്തിലേക്ക്. സദനം തന്നെയാണ്. എവിടെയാണോ ക്ഷീണം തീർക്കുന്നത്, എവിടെയാണോ വിശ്രമിക്കുന്നത്, ആ സ്ഥാനത്തിനാണ് സദനം എന്ന് പറയുക. സീതതി എന്നുള്ള ഷതിള് എന്നുള്ള ധാതുവിൽ നിന്നാണ് ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സീതതി, തളരുന്നു. തളർന്നാൽ എവിടെ വിശ്രമിക്കുന്നുവോ അതാണ് സദനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ യമസാധനം, യമന്റെ വിശ്രമസ്ഥാനം, യമന്റെ വീട്, യമന്റെ ലോകം. അപ്പൊ നിന്നെ തെക്കോട്ടേക്ക് എടുക്കുമ്പോ നീയും നിന്റെ ആനയെയും എന്നർത്ഥം. യമസാധനം നയാമി, ഞാൻ നിന്നെയും നിന്റെ ആനയെയും ഇപ്പൊ യമലോകത്തേക്ക് അയക്കും. മര്യാദയ്ക്ക് വേഗം മാറി നിന്നു, ഞങ്ങൾക്ക് വഴി തന്നോളൂ, വഴിയിൽ നിന്ന് മാറി നിൽക്ക്. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ യമസാധനം, യമലോകം എന്നാണ് പ്രത്യക്ഷാർത്ഥം. യമസാധനം എന്ന് പറഞ്ഞാൽ യമത്തിലൂടെ പ്രാപിക്കുന്നതായിട്ടുള്ള ലോകം എന്നും അർത്ഥം. യമനിയമാദികൾ അഭ്യസിച്ച് എന്താ പ്രാപിക്കുക? മോക്ഷം. അപ്പൊ യമസാധനം മോക്ഷത്തിലേക്ക്, നിന്നെ മോക്ഷത്തിന് നയിക്കും. നിനക്ക് മോക്ഷം തന്നേക്കാം, നിനക്കും നിന്റെ ആനയ്ക്കും. കാരണം ശ്രീകൃഷ്ണാവതാരത്തില് ഭഗവാൻ നിഗ്രഹിക്കുന്നവർക്കൊക്കെ മോക്ഷം കൊടുക്കുകയാണ്. അപ്പൊ ആ അർത്ഥത്തിലൂടെ മോക്ഷം കൊടുക്കുക എന്നും യമസാധനത്തിലേക്ക് അയക്കുന്ന പറയുമ്പോൾ വെറും യമലോകത്തേക്ക് അയക്കുന്ന മാത്രമല്ല, യമനിയമാദികളിലൂടെ ഏതൊരു ലോകത്തെ പ്രാപിക്കുമോ ആ ലോകത്തിലേക്ക് നിന്നെ ഞാൻ അയക്കും. യമസാധനം നയാമി അദ്യ. അപ്പോ നോചേത് സകുഞ്ചരം ത്വാദ്യ നയാമി യമസാധനം. അങ്ങനെ ഭഗവാൻ ദേഷ്യത്തോടുകൂടെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദത്തില്, മേഘഗംഭീരമായിട്ടുള്ള ശബ്ദത്തില് ആനക്കാരനോട് ആജ്ഞാപിച്ചു. അപ്പോ അല്ലെങ്കിൽ തന്നെ ഭഗവാനെ ഉപദ്രവിക്കാൻ മനസ്സിരുത്തിയിരിക്കുന്ന അവന് ഒന്നുകൂടെ പ്രകോപനമായി. അവൻ എന്ത് ചെയ്തു?
ആനയെ നല്ലോണം ഭഗവാന്റെ നേരെ പ്രേരിപ്പിക്കുകയാണ്. അതാണ് തുടർന്നുള്ള ഭാഗം. ഏവം നിർഭത്സിതോംബഷ്ടഃ കുപിതഃ കോപിതം ഗജം ചോദയാമാസ കൃഷ്ണായ കാലാന്തകയമോപമം. ഏവം നിർഭത്സിതോംബഷ്ടഃ കുപിതഃ കോപിതം ഗജം ചോദയാമാസ കൃഷ്ണായ കാലാന്തകയമോപമം. ഏവം നിർഭത്സിതഃ അംബഷ്ടഃ കുപിതഃ. ഇപ്രകാരം നിർഭത്സിതം എന്ന് പറഞ്ഞാലോ നിതരാം ഭത്സനം ചെയ്തു, ഭത്സിച്ചു. ഭത്സിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷേപിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ടൊക്കെ പറയുന്ന വാക്കുകളാണ് ഭത്സനം. അപ്പൊ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകളാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ നിർഭത്സിക്കപ്പെട്ടവനായ അംബഷ്ടൻ, കാരണം വരുംവരായികളെ കൂടി ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു, മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ വഴിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ ഇതിനെ യമലോകത്തേക്ക് അയക്കുന്നുള്ള ഭത്സനമുണ്ട്. അത് കേട്ട ആ അംബഷ്ടൻ കുപിതനായി, അവന് കോപം വർദ്ധിച്ചു. മാത്രമല്ല ആനയും കുറച്ച് മത്ത് പിടിച്ച് നിൽക്കുകയാണ്, മതയാനയാണ്. അപ്പോ ആ കോപിതം ഗജം ചോദയാമാസ, കോപിച്ചു നിൽക്കുന്നവനായ ആ ഗജത്തെയും ആ കുവലയാപീഠം വന്ന ആനയെയും ചോദയാമാസ പ്രേരിപ്പിച്ചു. ആരുടെ നേരെ? കൃഷ്ണായ, കൃഷ്ണന്റെ നേർക്ക് നടത്തം. കൃഷ്ണന് അഭിമുഖമായിട്ട് കൃഷ്ണനെ വധിക്കാനായിക്കൊണ്ട് ആ ആനയെയും പ്രേരിപ്പിച്ചു. എങ്ങനെയുള്ള ആന? എങ്ങനെയുള്ള ഗജം? കാലാന്തകയമോപമം. ആ ആനയെ വിശേഷിപ്പിച്ചതാണ് ഗജം. കീദൃശം? കാലാന്തകയമോപമം ഗജം. കാല, അന്തക, യമ, 3 ശബ്ദങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യമന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെ? കാലം എന്ന് പറഞ്ഞാലും നമുക്ക് മൃത്യുദേവനാണ്, അന്തകൻ എന്ന് പറഞ്ഞാലും മൃത്യുദേവനാണ്, യമൻ എന്ന് പറഞ്ഞാലും മൃത്യുദേവനാണ്. പക്ഷെ ഇവര് മൂന്ന് റോള് ചെയ്യുന്നവരാണ്. യമന്റെ തന്നെ 3 ശക്തികളാണ് ഇതെല്ലാം. അപ്പോ എന്താ പറയുക, കാലം എന്നുള്ളത് തന്നെ യമന്റെ ഒരു ഭാവമാണ്. യഥാസമയത്താണ് യമന്റെ പ്രവൃത്തികളെല്ലാം. കാലസ്വരൂപനാണ്. ഈ ലോകത്തെ പരിവർത്തിപ്പിക്കുന്ന ശക്തിയാണ് കാലം. കലയതീതി കാലഹ. എല്ലാവർക്കും ജനനവും മരണവും അതിൻ്റെ ഇടയ്ക്കുള്ള വികാരങ്ങളും പരിണാമങ്ങളും എല്ലാം ചേർത്ത് വെക്കുന്നവൻ, കലനം ചെയ്യുന്നവൻ കാലം. അപ്പൊ നമ്മളെ യമലോകത്തേക്ക് ചേർത്ത് വെക്കുന്ന ശക്തിയുമാണ് കാലം. അങ്ങനെ കാലശക്തിയാണ് യമൻ. നമ്മളെ യമലോകത്തേക്ക് ചേർത്ത് വെക്കുന്ന ശക്തിയാണ് കാലൻ. അപ്പൊ കാലൻ എന്നും അന്തകൻ, അന്തം കരോതീതി അന്തക, നമ്മുടെ ഈ ലോക ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നവനാണ് അന്തകൻ. അപ്പൊ നേരിട്ട് നമ്മളെ വന്ന് ഇവിടുന്ന് നമ്മുടെ ഈ ശരീരത്തെ വിടിയിച്ച് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ, പ്രാണനെ പിടിച്ചു കൊണ്ടുപോകുന്ന ആ പ്രവൃത്തി ചെയ്യുന്ന മൃത്യുദേവനാണ് അന്തകൻ. എല്ലാറ്റിനും അധ്യക്ഷനായി ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന ആ ശക്തിക്ക് പേരാണ് യമൻ. എല്ലാവരെയും യമിക്കുന്നവൻ, അടക്കുന്നവൻ, എല്ലാവർക്കും ദണ്ഡം ചെയ്യുന്നവൻ, ശിക്ഷ കൊടുക്കുന്നവൻ, എല്ലാവരെയും മര്യാദക്കാരായി അടക്കി നിർത്തുന്ന ഭഗവാന്റെ ഒരു വിഭൂതിയാണ് യമൻ എന്നുള്ളതായിട്ടുള്ള ശക്തി. അപ്പൊ കാലനെ പോലെ വേഗം ആർക്ക്? ഈ കുവലയാപീഠത്തിന്. കാലം നിൽക്കുവോ? കാലത്തെ പിടിച്ചു നിർത്താൻ ആർക്കും സാധിക്കില്ല. അതിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് മാത്രമാണ്, അതിന് പിന്നോട്ടുള്ള സഞ്ചാരമില്ല. അപ്പോൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു ബുൾഡോസറാണ് കാലം. വളരെ ശക്തിയുള്ള ഒരു ഇതാണ് കാലം. അപ്പൊ കാലത്തെ പോലെ ശക്തിയുള്ളതും അന്തകനെ പോലെ ദേഹബലമുള്ളവനും, അന്തകനെ തടയാനും ആർക്കുമാവില്ല, യമനെ പോലെ ശൗര്യവും പരാക്രമവും ഒക്കെ ഉള്ളവരുമാണ് ആര്? ഈ കുവലയാപീഠം വന്ന ആന. ആ ആനയുടെ മുമ്പിൽ പെട്ടാൽ കാര്യം തീരുമാനമാവും ആരാണെങ്കിലും. അപ്പൊ അങ്ങനെയുള്ള അതിന് സമാനനായിരിക്കുന്ന ആ കാലനെ പോലെ യമനെ പോലെ വരുന്ന ആ ഗജത്തെ ഈ പാപ്പാൻ പ്രേരിപ്പിച്ചു ഭഗവാന്റെ നേർക്ക്. ചോദയാമാസ കൃഷ്ണായ. അപ്പോ ആ ആന എന്ത് ചെയ്തു? കരീന്ദ്രസ്തം അഭിദ്രുത്യ കരേണ തരസാഗ്രഹീത കരാത് വികളിത സോമം നിഹത്യാംഗ്രിഷ്വലീയത. കരീന്ദ്രസ്തം അഭിദ്രുത്യ കരേണ തരസാഗ്രഹീത കരാത് വികളിത സോമം നിഹത്യാംഗ്രിഷ്വലീയത.
ഭഗവാന്റെ നേരെ കരീന്ദ്ര തം അഭിദ്രുത്യ, കരീന്ദ്ര ഗജേന്ദ്ര തം കൃഷ്ണം അഭിദ്രുത്യ, അഭിദ്രവിച്ചിട്ട് നേർക്ക് പാഞ്ഞിട്ട് എന്നർത്ഥം. അപ്പോ ആ ആന കൃഷ്ണന്റെ നേരെ പാഞ്ഞു. എന്നിട്ടോ കരേണ തരസാഗ്രഹീത, അതിന്റെ തുമ്പിക്കൈ കൊണ്ട് പെട്ടെന്ന് ചാടിപ്പിടിച്ചു ഭഗവാനെ. തരസ വേഗത്തിൽ അഗ്രഹീത് ഗ്രഹിച്ചു. പക്ഷേ ഭഗവാനാരാമോൻ യോഗീശ്വരന്മാർക്ക് എത്ര യമനിയമാദികളും കഠിനങ്ങളായ തപസ്സുകളും ഒക്കെ അനുഷ്ഠിക്കുന്ന യോഗീശ്വരന്മാർക്ക് ഭഗവാനെ മനസ്സിൽ പോലും പിടിച്ചാൽ കിട്ടില്ല, അല്ലെ? സൂക്ഷ്മമായിട്ട് പോലും പിടികിട്ടാത്ത ഭഗവാനെ ഉണ്ടോ ഈ ആനയ്ക്ക് പിടികിട്ടണു? അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? കരാത് വികളിത, ഇവന്റെ പിടിയിൽ നിന്ന് സ്വയം വികളിച്ചു, കൊതറിപ്പോന്നു, ചാടിപ്പോന്നു എന്നർത്ഥം. എങ്ങനെയോ ഭഗവാൻ അതൊന്ന് ഒഴിഞ്ഞു മാറി എന്നർത്ഥം. വികളിച്ചു, വികളിക്കുക എന്ന് പറഞ്ഞാൽ, ഗളിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുകുക എന്നാണ്. വികളിക്കുക എന്ന് പറയുമ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നർത്ഥം. കരത്തിൽ നിന്ന് മോചിതനായിട്ട് സഹ കൃഷ്ണ അമും നിഹത്യ, അമും ഗജേന്ദ്രം കരീന്ദ്രം നിഹത്യ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട്, നിഹനിച്ചിട്ട്, കൈകൊണ്ട് പ്രഹരിച്ചിട്ട്, എവിടെ മസ്തകത്തിൽ ഒരു അടി കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അംഗ്രിഷു അലീയത, അംഗ്രിഷു എന്ന് പറഞ്ഞാൽ അതിന്റെ 4 കാലുകളുടെ ഇടയിലേക്ക്, അല്ലെ? ആനയ്ക്ക് സ്വന്തം ദേഹം കാണില്ല, അപ്പൊ കാലുകളുടെ മറവിൽ പോയി നിന്നാലോ ഒട്ടും കാണില്ല. അപ്പൊ ഭഗവാൻ തന്നെ സ്വയം മറഞ്ഞു നിന്ന് ഒളിച്ചു കളിക്കുകയാണ് ഇവിടെ ഭഗവാൻ കുറച്ചു നേരത്തേക്ക്. അപ്പൊ ആ ആനകളുടെ തന്നെ പാദങ്ങളുടെ അഥവാ 4 കാലുകളുടെയും ഇടയിൽ പോയി മറഞ്ഞു നിന്നു. അലീയത എന്ന് പറഞ്ഞാൽ ലീനനായി, ഡിസപ്പിയേർഡ് എന്നർത്ഥം. സ്വയം മറഞ്ഞു നിന്നു. അപ്പൊ ആനയ്ക്ക് മുമ്പിൽ കാണാനില്ല ആളെ. മുമ്പിലുണ്ടായിരുന്ന ആള് പിടിക്കാൻ നോക്കിയപ്പോ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു, തനിക്കിട്ട് ഒരു അടിയും തന്നു. എന്നിട്ട് തന്റെ കാലിന്റെ ഇടയിൽ പോയി ഒളിഞ്ഞു നിൽക്കുകയാണ്. അത് കാണുന്നില്ല, പിന്നെ തെരഞ്ഞു അവൻ. അതാണ് അടുത്തതിൽ പറയുന്നു. സംക്രുദ്ധ തമചക്ഷാണോ ഗ്രാണദൃഷ്ടി സകേശവം പരാമൃശത് പുഷ്കരേണ സപ്രസഹ്യ വിനിർഗത. സംക്രുദ്ധ തമചക്ഷാണോ ഗ്രാണദൃഷ്ടി സകേശവം പരാമൃശത് പുഷ്കരേണ സപ്രസഹ്യ വിനിർഗത. സംക്രുദ്ധ തം അചക്ഷാണ, തം കൃഷ്ണം അചക്ഷാണ എന്ന് പറഞ്ഞാൽ കാണാത്തവനായിട്ട്, ചക്ഷുസിന് വിധേയനാവാത്തത് കൊണ്ട്, തന്റെ നോട്ടത്തിൽ കാണാനില്ല കൃഷ്ണനെ തെരഞ്ഞിട്ട്. അതുകൊണ്ട് തം എവിടെ 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 എന്ന് പറഞ്ഞ് 4 ഭാഗം നോക്കുന്നുണ്ട്. തന്നെ അടിച്ചവൻ എവിടെ പോയി മറഞ്ഞു? തം അചക്ഷാണ, കൃഷ്ണനെ കാണാത്തവനായിട്ട്. സംക്രുദ്ധ, ക്രോധം വർദ്ധിച്ചു. ശത്രുവിനെ കാണാതാകുമ്പോൾ ക്രോധം വർദ്ധിക്കും. അങ്ങനെ ക്രുദ്ധിച്ചവനായിട്ട്. പക്ഷെ ആനയ്ക്ക് എന്ത് ദൃഷ്ടിയുണ്ട്? ഘ്രാണദൃഷ്ടിയുണ്ട്. അതിന് കാണാത്തടത്തും അതിന്റെ ഘ്രാണേന്ദ്രിയം വലുതായതുകൊണ്ട് തുമ്പിക്കൈ നീട്ടിക്കഴിഞ്ഞാൽ എവിടെയുള്ള മണവും പിടിച്ചെടുക്കും. അപ്പൊ ഘ്രാണം കൊണ്ട് കണ്ടു, ഘ്രാണദൃഷ്ടി. തുമ്പിക്കൈ കൊണ്ട് മണത്തറിഞ്ഞു ആരെ? കൃഷ്ണൻ എവിടെ നിൽക്കുന്നുണ്ട്? തന്റെ കാലിന്റെ ഇടയിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ഘ്രാണദൃഷ്ടിയായ സഹ ഗജേന്ദ്ര കേശവം പുഷ്കരേണ പരാമൃശത്. ഭഗവാൻ കേശവൻ, കേശിയെ വധിച്ചവൻ, സാക്ഷാൽ നാരായണൻ. ആ നാരായണനെ, അല്ലെ, ബ്രഹ്മദേവനും മഹാദേവനും ഈശനായിരിക്കുന്നവൻ, അവനാണ് കേശവൻ. അപ്പൊ ആ കേശവനെ പുഷ്കരേണ പരാമൃശത്. ഇവിടെ പുഷ്കരം എന്ന ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ പുഷ്കരം തുമ്പിക്കൈയാണ്. താമരയ്ക്ക് പുഷ്കരം, ആകാശത്തിന് പുഷ്കരം. പുഷ്കരം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തീർത്ഥമുണ്ട്, അല്ലേ? രാജസ്ഥാനിലെ പുഷ്കർ ബ്രഹ്മാവിന്റെ തപസ്ഥാനമാണ്. അപ്പോ പുഷ്കരം എന്നുള്ളത് താമര, ആകാശം, പുഷ്കരം എന്നുള്ള തീർത്ഥം. ഇവിടെ ആനയുടെ തുമ്പിക്കൈ. പുഷ്കരേണ പരാമൃശത്. പരാമൃശത് എന്ന് പറഞ്ഞാല് സ്പർശിച്ചു, മർശിച്ചു, ഉരസി എന്നൊക്കെ അർത്ഥം. തപ്പിപ്പിടിക്കുമ്പോൾ അതിനെ ഉരസൂലോ, അപ്പോ തപ്പിയെടുത്തു എന്നർത്ഥം. പുഷ്കരേണ പരാമൃശത്ത്. ഇവിടെ അർത്ഥത്തിൽ വരുമ്പോ കേശവനെ താമര കൊണ്ട് സ്പർശിച്ചു എന്നും കൂടി ഒരർത്ഥം. തന്റെ തുമ്പിക്കൈ കൊണ്ടുള്ള സ്പർശം കേശവൻ അതൊരു മൃദുവായ താമര കൊണ്ടുള്ള അർച്ചന പോലെ തോന്നി. കാരണം ഇവന് മോക്ഷം കൊടുക്കാൻ പോകണം. അവനെ ഏതോ ശാപം കൊണ്ടാണ് ആനയായിരിക്കുന്ന ഈ കുവലയാപീഠമായിരിക്കുന്നത്, അല്ലേ? ഏതോ മഹാനായിരുന്നിരിക്കും.
നമ്മുടെ ഗജേന്ദ്രനെ പോലെ ഇന്ദ്രദ്യുമ്ന രാജാവ് ഗജേന്ദ്രനായിരുന്നതുപോലെ അഗസ്ത്യന്റെ ശാപം കൊണ്ടാണ് ഗജേന്ദ്രനായത്. അതുപോലെ ഈ കുവലയാപിയുടെ ജന്മം അവസാനത്തെ ജന്മമാണ്. ഏതോ ഒരു മഹാനായിരുന്നിരിക്കും. ചിലപ്പോൾ ഇവരുടെയൊക്കെ പൂർവ്വകഥകളും മറ്റു പുരാണങ്ങളിൽ കാണാം. പത്മപുരാണം പോലെയുള്ള പുരാണങ്ങളിൽ ഇവരുടെയൊക്കെ പൂർവ്വകഥകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും അവന്റെ തുമ്പിക്കൈ കൊണ്ടുള്ള സ്പർശം ഭഗവാന് താമര കൊണ്ടുള്ള സ്പർശം പോലെയായി. അതാണ് പുഷ്കരേണ പരാമൃഷ്ട. പരാമൃശത്ത് പുഷ്കരേണ സഹ പ്രസഹ്യ വിനിർഗത. ഭഗവാനോ പ്രസഹ്യ ബലാത്കാരേണ വിനിർഗത, പുറത്തേക്ക് ചാടി. ഇവന്റെ തുമ്പിക്കൈയിൽ പിടികൊടുക്കാതെ അവൻ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാൻ അതിൽ നിന്ന് പുറത്ത് കുതറിച്ചാടി വിനിർഗമിച്ചു എന്നർത്ഥം. പുച്ഛേ പ്രഗൃഹ്യാതിബലം ധനുഷഃ പഞ്ചവിംശതിം വിചകർഷയഥാ നാഗം സുപർണൈവ ലീലയാ. പുച്ഛേ പ്രഗൃഹ്യാതിബലം ധനുഷഃ പഞ്ചവിംശതിം വിചകർഷയഥാ നാഗം സുപർണൈവ ലീലയാ. ഭഗവാൻ എന്ത് ചെയ്തു? നേരെ പുറകിലേക്കാണ് പോയത്. പുറകിലേക്ക് പോയിട്ട് ഈ ആനയുടെ പുച്ഛത്തിൽ പിടിച്ചു. പുച്ഛം വാല്. അപ്പൊ പുച്ഛേ പ്രഗൃഹ്യ, വാലിൽ പിടിച്ചിട്ട് അതിബലം, അതിബലമുള്ളവനാണ് ആര്? ഈ ആന. ഇത്രയും ശക്തനായിട്ടുള്ള ആനയാണ്. 1000 ആനയുടെ ശക്തിയുള്ളവനാണ് ഈ കുവലയാപീഠം. സാധാരണ ആനയല്ല, 1000 ആനയുടെ ശക്തിയുള്ളവനാണ്. അപ്പൊ ആ കുവലയാപീഠത്തെ ഭഗവാൻ എന്ത് ചെയ്തു? പഞ്ചവിംശതി ധനുഷഃ പഞ്ചവിംശതിം വിചകർഷ. ധനുഷഃ വില്ലിന്റെ 25 25. അപ്പൊ 25 വിൽപ്പാട് ദൂരം, ഒരു 25 വില്ലിന്റെ അളവ്. വിചകർഷ, വിശേഷേണ ചകർഷ, വലിച്ചഴച്ചു എന്നർത്ഥം. അതിന്റെ പിന്നിൽ ചെന്ന് വാലിൽ പിടിച്ച് ഇത്രയും ശക്തനായിട്ടുള്ള 1000 ആനയുടെ ശക്തിയുള്ള ആനയെ ഭഗവാൻ പിടിച്ചു വലിച്ച് കുട്ടികൾ കളിക്കും പോലെ കളിക്കുകയാണ്. അല്ലെ, കുട്ടികൾ വല്ല പൂച്ചയുടെയോ നായയുടെയോ പശുക്കുട്ടിയുടെയോ ഒക്കെ വാലിൽ പിടിച്ച് വലിക്കും. ഇതുപോലെ ഭഗവാൻ ഈ കുവലയാപീഠത്തിന്റെ വാലിൽ പിടിച്ച് വലിക്കുകയാണ്. അതിന് ഉദാഹരണം പറഞ്ഞത്, ഉപമ പറഞ്ഞത്, യഥാ നാഗം സുപർണ ഇവ ലീലജാം. സുപർണ ഗരുഡൻ നാഗം യഥാ, ഒരു പാമ്പിനെ വലിച്ചഴയ്ക്കും പോലെ. പാമ്പിന്റെ വാലിലോ തലയിലോ എവിടെയെങ്കിലും കൊത്തിയിട്ട് അതിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും ഗരുഡൻ. അപ്പൊ ഗരുഡൻ പാമ്പിനെ കൊണ്ടുപോകും പോലെ ഭഗവാൻ ലീലയായിട്ടാണ്. ഗരുഡന് പാമ്പിനെ ഭയമുണ്ടോ? അല്ലെങ്കിൽ പാമ്പിനെ കൊത്തിയെടുക്കാനും വലിച്ചു കൊണ്ടുപോകാനും വല്ല പ്രയാസമുണ്ടോ? എത്ര വലിയ മലമ്പാമ്പാണെങ്കിലും, എത്ര വലിയ മൂർഖൻ പാമ്പാണെങ്കിലും ഏതിനെയും വലിച്ചു കൊണ്ടുപോകാൻ ഗരുഡന് ഒരു പ്രയാസമില്ല. ഗരുഡന് അതിന്റെ ഭാരത്തിന്റെ എത്രയോ ഇരട്ടി ഭാരമുള്ള ജന്തുക്കളെയൊക്കെ പൊക്കിക്കൊണ്ടുപോകാൻ പറ്റും. മാനുകളെ, സിംഹങ്ങളെ, പോത്തുകളെ ഒക്കെ ഇങ്ങനെ ചെവിയിലൊക്കെ പിടിച്ച് തൂക്കി ആകാശത്തേക്ക് കൊണ്ടുപോകും. ജലാശയങ്ങളിൽ നിന്ന് മത്സ്യങ്ങളെ റാഞ്ചി എടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ സ്രാവുകൾ, പെട്ടയ്ക്കുന്ന സ്രാവുകളെയും കൊണ്ട് നഖത്തിൽ തൂക്കിയെടുത്തു പോകുന്നത് കാണാം. അപ്പൊ ഗരുഡന് അപാര ശക്തിയാണ്, അപാര ഭാരോദ്വഹന സാമർഥ്യമുണ്ട്. അങ്ങനെയുള്ള ആ ഗരുഡൻ പാമ്പിനെ വലിച്ചഴയ്ക്കും പോലെ ലീലയാ ഭഗവാൻ എന്ത് ചെയ്തു? ഈ ആനയെ 25 വിൽപ്പാട് ദൂരം പിന്നിലേക്ക് വലിച്ചഴച്ചു. ആന മുന്നിലേക്കായിരിക്കും ശക്തി കൊടുക്കുക. നമ്മുടെ ആനകൾ വിരളുന്നുണ്ട് അല്ലെ, ആന വരണ്ടു എന്ന് ദിവസവും കാണുന്നുണ്ട്. ഈ ആന വരണ്ടു കഴിഞ്ഞാൽ പാപ്പാന്മാരെന്താ ചെയ്യുക? ഒരു പാപ്പാൻ എപ്പോഴും പുറകെ നടക്കുന്നത് എന്തിനാ? അതിന്റെ വാലിൽ ചാടി പിടിക്കാൻ. വെറുതെ വെറും കൈയോടെ അല്ല പിടിക്കുന്നത്. വെറും കൈയോടെ പിടിച്ചാൽ അത് വലിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇവരുടെ കയ്യിലൊരു ചെറിയ കത്തിയുണ്ട്, എപ്പോഴും അരയിൽ തിരുകിക്കൊണ്ട് നടക്കുന്ന നല്ല മൂർച്ചയുള്ള കത്തിയുണ്ട്. ആ കത്തിയെ വാലില് എഡ്ജ് കൊണ്ട് പിടിച്ച് ആന അങ്ങോട്ട് വലിക്കുമ്പോൾ വാല് മുറിയും എന്നുള്ള പേടി അതിനുണ്ടാവും. ആ മൂർച്ചയേറിയ ഭാഗം കൊണ്ട് ആനയുടെ വാലിൽ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് ഇവർ പിടിക്കുക. ആ പിടുത്തത്തിലെ ആനയുടെ മുന്നോട്ടുള്ള ശക്തി കുറയും. എന്നാലും അതിന്റെ ആ മതം പൊട്ടിയ അവസ്ഥയിൽ വേദനയൊക്കെ അവഗണിച്ചുകൊണ്ട് അത് കുറേയൊക്കെ വലിച്ചുകൊണ്ട് ഓടും വരിയും കൊണ്ട് ഇവര് പിന്നാലെ തൂങ്ങിക്കൊണ്ടെന്ന് പറഞ്ഞ പോലെ പോണ്ടാവും. കാണാം നിങ്ങൾക്ക്. ഈ പാപ്പാന്മാരുടെ കയ്യിലുള്ള കത്തി കൊണ്ടാണ് അവര് ഈ ആനയുടെ വാലിൽ പിടിച്ച് തൂങ്ങുന്നത്. അത് പുറകെ വലിച്ചുകൊണ്ട് പോകും. പക്ഷെ അതിന്റെ ശക്തി കുറയും. അത് മുറിയും എന്നുള്ള പേടി കൊണ്ട്, വേദന കൊണ്ട് കുളഞ്ഞ്
അത് പതുക്കെ സ്ലോ ആകും, എൻ്റെ പരാക്രമം കുറച്ച് കുറയും. അപ്പൊ ഇവിടെ ഭഗവാൻ വെറും കൈകൊണ്ട് ഈ കുവലയാപീഠത്തിന്റെ വാലിൽ പിടിച്ച് അതിനെ വലിച്ചഴച്ചു, തന്റെ ഭാഗത്തേക്ക് വലിച്ചഴിച്ചു. പിന്നീടോ സപര്യാവർത്തമാനേന സവ്യദക്ഷിണതോച്യുതഃ ബഭ്രാമ ഭ്രാമ്യമാണേന ഗോവത്സേനേവ ബാലകഃ. സപര്യാവർത്തമാനേന സവ്യദക്ഷിണതോച്യുതഃ ബഭ്രാമ ഭ്രാമ്യമാണേന ഗോവത്സേനേവ ബാലകഃ. അപ്പോ ഭഗവാനെ അച്യുതഃ എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്യുതൻ ഒരു കാലത്തും വീഴ്ചയില്ലാത്തവൻ, ച്യുതിയില്ലാത്തവൻ, പരാജയമില്ലാത്തവൻ, നാശമില്ലാത്തവൻ. അപ്പൊ ഭഗവാന്റെ അടുത്ത് ഇവന്റെ കളിയൊന്നും നടക്കില്ല, ആരുടെ? ആനയുടെ. അപ്പോ ആ ആന സഹ സവ്യദക്ഷിണതഃ പര്യാവർത്തമാനേന, സവ്യം ഇടതുവശത്തേക്ക്, ദക്ഷിണം വലതുവശത്തേക്ക്. ഇപ്പൊ ഭഗവാൻ പിടിച്ചു വലിക്കുമ്പോ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇടത്തും വലത്തു ഭാഗത്തേക്കും ചുറ്റിക്കുന്നുണ്ട് ഭഗവാനെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിക്കുന്നുണ്ട്. പര്യാവർത്തമാനേന ഭ്രാമ്യമാണേന ഗോവത്സേന ബാലകഃ ഇവ ബഭ്രമ. അപ്പൊ ഇവിടെ ഭഗവാനാണ് ഇടത്തും വലത്തോട്ടും അതിനെ വെട്ടിച്ചു കൊണ്ടുപോകുന്നു, ആനയല്ല. അച്യുതഃ സഹ, അച്യുതനായ ഭഗവാൻ, ശക്തനായ ഭഗവാൻ ഇടത്തും വലത്തും പര്യാവർത്തമാനേന, അവനെ ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും ഇളക്കി പരിവർത്തിച്ചുകൊണ്ട്, ചുറ്റിക്കപ്പെട്ടുകൊണ്ട്, ഭ്രാമ്യമാണേന അവനെ വട്ടം ചുറ്റിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട്, ഗോവത്സേന ബാലകഃ ഇവ ബഭ്രാമ. പശുക്കളെ മേയ്ക്കുന്ന, പശുക്കുട്ടികളെ മേയ്ക്കുന്ന ഒരു ബാലകൻ പശുക്കുട്ടിയുടെ വാലിൽ പിടിച്ച് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിക്കുകയും വട്ടം കറക്കുകയൊക്കെ ചെയ്യും, ചെറിയ കുട്ടികളെ. അപ്പോൾ അങ്ങനെ ഗോപാലന്മാർ എങ്ങനെയാണോ പശുക്കുട്ടിയോട് ചേർന്ന് കളിക്കുക, അതിന്റെ വാലിൽ പിടിച്ച് ചുഴറ്റുക ഒക്കെ ചെയ്യുന്നത്, അതുപോലെ ഇവിടെ ഭഗവാൻ ഈ ആനയെ വാലിൽ പിടിച്ചുകൊണ്ട് അതിനെ ഭ്രമിപ്പിച്ചു, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കറക്കി, അതിനെ എന്താ പറയുക, വല്ലാതെ പാടുപെടുത്തി എന്നർത്ഥം, പാടുപെടുത്തി. അപ്പൊ ഏത് ഭാഗത്തേക്ക് തിരിയുന്നോ ഭഗവാൻ അതിന്റെ ഓപ്പോസിറ്റ് തിരിഞ്ഞുകൊണ്ടും മറ്റുമൊക്കെ അവനെ കളിപ്പിക്കും. ആന വലതുവശത്തേക്ക് തിരിഞ്ഞ് ഭഗവാനെ പിടിക്കാൻ നോക്കുമ്പോൾ ഭഗവാൻ ഇടതുവശത്തേക്ക് അങ്ങോട്ട് മാറിക്കളയും, ഇടതുവശത്തേക്ക് തിരിയുമ്പോൾ വലതുവശത്തേക്ക് മാറും. അതൊക്കെ ആനയുടെ വാലിൽ നിന്ന് ഭഗവാൻ വിട്ടിട്ടുമില്ല. ആ പിടിയോട് കൂടിയിട്ടാണ് ഈ വട്ടം കറങ്ങലൊക്കെ. അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. തതോഭിമുഖമഭ്യേത്യ പാണിനാഹത്യവാരണം പ്രാദ്രവൻ പാതയാമാസ സ്പൃശ്യമാനഃ പദേ പദേ. തതോഭിമുഖമഭ്യേത്യ പാണിനാഹത്യവാരണം പ്രാദ്രവൻ പാതയാമാസ സ്പൃശ്യമാനഃ പദേ പദേ. പിന്നീട് ഭഗവാൻ പിടിവിട്ടുകൊടുത്തു, ആനയ്ക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു. അപ്പോഴോ തതഃ അഭിമുഖമഭ്യേത്യ, അനന്തരം ആന ഭഗവാന്റെ നേർക്ക് വന്നു. അഭിമുഖമഭ്യേത്യ, അഭിമുഖമായിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അതിന്റെ അഭിമുഖത്ത് ചെന്നിട്ട്, വാരണം പാണിന ആഹത്യ, ആ വാരണത്തെ, ആനയെ പാണിന തന്റെ കൈകൊണ്ട് ആഹത്യ അടിച്ചിട്ട്, പ്രഹരിച്ചിട്ട്, പദേ പദേ സ്പൃശ്യമാനഃ പ്രാദ്രവൻ പാതയാമാസ. പദേ പദേ സ്പൃശ്യമാനഃ എന്ന് പറയുമ്പോൾ ഭഗവാൻ മുന്നോട്ട് ഓടുമ്പോ ഭഗവാനെ പിടിക്കാനായിക്കൊണ്ട് ആന പുറകെ ഓടും. ഓരോ അടി വയ്ക്കുമ്പോൾ ഇതാ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ആന ഭഗവാന്റെ പദേ പദേ സ്പൃശ്യമാനഃ, ഭഗവാന്റെ പിന്നിൽ ഓടിക്കൊണ്ട് കാലിൽ തൊടുന്നുണ്ട്, പക്ഷെ പിടികിട്ടുന്നില്ല. അങ്ങനെ പ്രാദ്രവൻ പ്രകർഷേണ ദ്രവിച്ചുകൊണ്ട്, ഓടിക്കൊണ്ട് എന്നർത്ഥം. അപ്പൊ ഭഗവാൻ ഓടിക്കളിക്കുകയാണ്, ഇവനെ തൊട്ട് കളിക്കുക എന്ന് പറഞ്ഞ പോലെ, കുട്ടിക്കളി പോലെ ഈ ആനയിട്ട് വട്ടം കറക്കുകയാണ്, പിടികൊടുക്കാതെ എന്നർത്ഥം അല്ലേ. യോഗീശ്വരന്മാര് ഭഗവാനെ പിടിക്കാനായിക്കൊണ്ട് പാടുപെടുന്നുണ്ട്. അവരുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ അടക്കി ഏകാന്തതയിലിരുന്ന് കഠിന തപസ്സൊക്കെ ചെയ്ത് നിരന്തരമായ ധ്യാനത്തിലൂടെ ഭഗവാനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭഗവാൻ പിടികൊടുക്കുന്നുണ്ട്. ഇതാ കിട്ടി എന്ന് തോന്നും. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ കുവലയാപീഠം ഉണ്ട്. ആ കുവലയാപീഠത്തെയാണ് ഇവിടെ ഭഗവാൻ കളിപ്പിക്കുന്നത്. ശരിക്കും ഭൂമണ്ഡലത്തിന് അലങ്കാരം എന്താണ്? മനുഷ്യജന്മമാണ് അല്ലേ. ഈ സൃഷ്ടിയിൽ വെച്ച്
മകുടമായിരിക്കുന്നതാണ് മനുഷ്യജന്മം. അപ്പോൾ കുവലയാപീഠം എന്നുള്ള വാക്കിന് നമ്മുടെയൊക്കെ മനുഷ്യജന്മം എന്നും അർത്ഥം. ആ നമ്മളെ ഭഗവാനിത നമ്മുടെ അഹങ്കാരത്തെ തമോ ഗുണത്തെ നശിപ്പിച്ച് നമ്മളെ ഭഗവാന്റെ പുറകെ ഓടിക്കുകയാണ്, വട്ടം കറപ്പിക്കുകയാണ്, പിടിതരാതെ കളിപ്പിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഒരു സൂക്ഷ്മമായിട്ടുള്ള തത്വങ്ങൾ ഇവിടെ അടക്കം വെച്ചിട്ടുണ്ട്. ഭഗവാന്റെ പേര് അച്യുതനെന്നും പറഞ്ഞു. അങ്ങനെയുള്ള ആ ഭഗവാൻ ഇടയ്ക്ക് ദർശനം തരും, ഇടയ്ക്ക് പിടി തരുന്ന പോലെ തോന്നും. ഇതാ കിട്ടി ഭഗവാനെ എന്ന് വിചാരിക്കും. അങ്ങനെ യോഗികൾ എങ്ങനെയാണോ ഭഗവാന്റെ പുറകെ ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്നത് അതുപോലെ എന്ന് അറിയാം. അപ്പോൾ അഭിമുഖമഭ്യത്യ വാരണം പാണിന ആഹത്യ, ആനയെ കൈകൊണ്ടടിച്ചിട്ട് അത് പിന്നിൽ ഭഗവാനെ ഓടിക്കുമ്പോൾ പതേ പതേ സ്പൃശ്യമാന പ്രാദ്രവന്, തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ പിന്നിൽ ഓടുന്നവനായിട്ട് പാതയാമാസ, ആ ആനയെ എന്താ പറയുക, വട്ടം കറക്കി വീഴ്ത്തി എന്നർത്ഥം, പതിപ്പിച്ചു. ആന അടിതെറ്റിയാൽ ആനയും വീഴും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഡയറക്ഷൻ മാറ്റിക്കൊണ്ടേയിരുന്നാൽ, വെട്ടിച്ച് ഓടിയാൽ ആന വീഴും. നമ്മുടെ എന്താ പറയുക, നാട്ടിൻപുറത്തൊക്കെ പറയും, ആന കുത്താൻ വന്നാൽ വളഞ്ഞു ഓടണം. ആ സമയത്ത് തോന്നണ്ടേ, പ്രാണനും കൊണ്ട് നേരെ ഓടും. അപ്പൊ ആന അതിലും വേഗത്തിൽ പുറകെ വരും. നേരെ മറിച്ച് ആനയെ വെട്ടിച്ച് ഓടിക്കണം. ഫോറസ്റ്റ് ഗാർഡുകളൊക്കെ അതിനുള്ള പരിശീലനമൊക്കെ കിട്ടിയിട്ടുള്ളവരാണ്. അവരങ്ങനെയൊക്കെ ഓടിക്കും. ആന ഇത്തിരി കോപിച്ചിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ആനയെ ചൂണ്ടി നിർത്തും, പേടിപ്പിച്ച് പിന്നിലേക്ക് അയക്കും. നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആന പിന്നിലേക്ക് പൊക്കോളും. ഒരു ചില സമയത്ത് മതം പൊട്ടിയിരിക്കുമ്പോൾ മാത്രമേ അത് അനുസരണയില്ലാതെ ഭയമില്ലാതെ പെരുമാറുള്ളൂ, കള്ളു കുടിച്ചവരെ പോലെ. അല്ലെങ്കിൽ ആനയ്ക്കും പേടിയുണ്ട്. ഒരു മനുഷ്യൻ നേരെ നിന്ന് അതിൻ്റെ നേരെ കൈ ചൂണ്ടി ധൈര്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആന പിന്നിലേക്ക് തിരിഞ്ഞു പോകും. അപ്പോൾ ആന കുത്താൻ വന്നാൽ വളഞ്ഞോടണം, പാമ്പ് കടിക്കാൻ വന്നാൽ നേരെ ഓടണം. ഇങ്ങനെയൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയും. നമുക്കൊന്നും വേണ്ട, എന്താ വേണ്ടി വരാതിരിക്കട്ടെ അല്ലേ? അപ്പൊ എന്തായാലും അടിതെറ്റി ആന വീണു. പാതയാമാസ. എന്നിട്ടോ വീണ്ടും സധാവൻ ക്രീഡയാ ഭൂമൗ പതിത്വാ സഹസോത്ഥിതഃ തം മത്വാ പതിതം ക്രുദ്ധോ ദന്താഭ്യാം സോഹനക്ഷിതിം. സധാവൻ ക്രീഡയാ ഭൂമൗ പതിത്വാ സഹസോത്ഥിതഃ തം മത്വാ പതിതം ക്രുദ്ധോ ദന്താഭ്യാം സോഹനക്ഷിതിം. ഭഗവാൻ ഈ ആനയുടെ അടുത്ത് കളിക്കുകയാണ് ശരിക്കും. ക്രീഡയാ ധാവന്, ഭഗവാൻ ക്രീഡയായിട്ട് ഓടുകയാണ്, പിന്നെയും ലീലയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സഹ കൃഷ്ണ ഭൂമൗ പതിത്വ, ഭൂമിയിൽ സ്വയം പതിക്കും, വീട് കിടക്കുന്ന പോലെ കിടക്കും. തനിക്കും അച്യുതനാണ്, ചുതിയില്ലാത്തവൻ ച്യുതനായതുപോലെ അഭിനയിക്കും. ഈ ആനയെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പതിത്വ ഭൂമൗ പതിത്വ സഹസാ ഉത്തിത, ഉടനെ ചാടി എഴുന്നേറ്റ് ക്രുദ്ധ സഹ തം പതിതം മത്വ. അപ്പൊ ഈ മുമ്പേ വീണ് കിടക്കുന്ന ആന ഈ കൃഷ്ണൻ വീണ് കിടക്കുകയാണ് എന്ന് വിചാരിച്ച് സഹസ ഉത്തിത, പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ക്രുദ്ധനായിക്കൊണ്ട് ആ ആന തം പതിതം മത്വ, തം കൃഷ്ണം പതിതം മത്വ, കൃഷ്ണൻ വീണ് കിടക്കുകയാണ് എന്ന് വിചാരിച്ച് കൃഷ്ണന്റെ അടുത്തേക്ക് പാഞ്ഞു. ഇപ്പൊ തന്നെ അവനെ ശരിയാക്കാന്ന് വിചാരിച്ച് ദന്താഭ്യാം ക്ഷിതിം അഹനത്, കൊമ്പുകളെ കൊണ്ട് ആ ഭൂമിയിൽ കിടക്കുന്ന കൃഷ്ണന്റെ നേരെ കുത്തുകയാണ്. പക്ഷേ ഭഗവാനുണ്ടോ, പിടികൊടുക്കുന്നു. ഭഗവാൻ ആ രണ്ട് കൊമ്പുകളുടെ ഇടയിലേക്കും ഒഴിഞ്ഞു മാറും. അപ്പോ ഈ ആനയുടെ വലിയ കൊമ്പുകള് ക്ഷിതിം അഹനത്ത്, ഭൂമിയെ ഹനിച്ചു, ഭൂമിയിലാണ് കുത്തിയത്. ഭഗവാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നർത്ഥം. അങ്ങനെ ദേഷ്യത്തോടുകൂടി ആഞ്ഞു കുത്തിയത് ഭൂമിയിൽ പതിഞ്ഞ് ഭൂമിയിലേക്ക് ആണ്ടുപോയി അതിന്റെ രണ്ട് കൊമ്പുകളും. സ്വവിക്രമേ പ്രതിഹതേ കുഞ്ചരേന്ദ്രോ അത്യമർഷിതഃ ചോദ്യമാനോ മഹാമാത്രൈഃ കൃഷ്ണം അഭ്യദ്രവദൃശാ. സ്വവിക്രമേ പ്രതിഹതേ കുഞ്ചരേന്ദ്രോ അത്യമർഷിതഃ ചോദ്യമാനോ മഹാമാത്രൈഃ
കൃഷ്ണം അഭ്യദ്രവദൃഷാ. അപ്പൊ തന്റെ പരിശ്രമം, തന്റെ പരാക്രമം, വിക്രമം, സ്വവിക്രമേ പ്രതിഹതേ, അത് ഹനിക്കപ്പെട്ടപ്പോൾ എന്ന് വെച്ചാൽ പരാജയപ്പെട്ടപ്പോൾ, തന്റെ കൊമ്പുകൾ ഭൂമിയിൽ പതിച്ചു എന്നല്ലാതെ കൃഷ്ണനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഒരു തിരിച്ചടി പോലെയാണത്. അങ്ങനെ പ്രതിഹനിക്കപ്പെട്ടപ്പോൾ, പരാജയപ്പെട്ടപ്പോൾ, അത്യമർഷിത, കോപം ഒന്നുകൂടെ വർദ്ധിച്ചവനായിട്ട്, അടക്കാൻ പറ്റാത്ത കോപത്തോടുകൂടി കുഞ്ചരേന്ദ്ര, ആ ഗജേന്ദ്രൻ, മഹാമാത്രൈഹി ചോദ്യമാന, മഹാമാത്രൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ആനപ്പാപ്പാൻ എന്നർത്ഥം. അപ്പൊ ആനക്കാരാൽ, ഒന്നല്ല പല ആനക്കാർ കൂടെ ഉണ്ടാവും, അങ്ങനെയുള്ള ആനക്കാരാൽ പ്രേരിപ്പിക്കപ്പെട്ടവനായി ചോദ്യമാന കൃഷ്ണം രുഷാ അഭ്യദ്രവത്, കൃഷ്ണന്റെ നേരെ രോഷത്തോടുകൂടി പാഞ്ഞു ചെല്ലുകയാണ്. പിന്നെയും കൃഷ്ണനെ തന്നെയാണ് ഉന്നം, കൃഷ്ണനെ വധിക്കണം എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അങ്ങനെ കൃഷ്ണന്റെ നേരെ വീണ്ടും പാഞ്ഞു ചെന്നു, ഈ പാപ്പാന്മാരാൽ കൂടുതൽ പ്രകോപിപ്പിക്കപ്പെട്ടവനായിട്ട്. തമാപദന്തമാസാദ്യ ഭഗവാൻ മധുസൂദനഃ നിഗൃഹ്യ പാണിനാ ഹസ്തം പാതയാമാസ ഭൂതലേ. തമാപദന്തമാസാദ്യ ഭഗവാൻ മധുസൂദനഃ നിഗൃഹ്യ പാണിനാ ഹസ്തം പാതയാമാസ ഭൂതലേ. അപ്പൊ തന്റെ നേരെ പാഞ്ഞു വരുന്ന ആനയെ, തം ആപതന്തം, ആപതന്തം നേർക്ക് പാഞ്ഞു വരുന്ന തം ആ ഹസ്തിനം, ആനയെ, ഭഗവാൻ മധുസൂദന, ഭഗവാൻ ആരാ മുതല്, ഇതിനേക്കാൾ വലിയ ഗംഭീരന്മാരായിട്ട് അസുരന്മാരെയൊക്കെ വധിച്ചവനാണ്. മധു കൈടവന്മാരെയൊക്കെ വധിച്ച ആ മധുസൂദനൻ ഭഗവാൻ എന്ത് ചെയ്തു? ആസാദ്യ, ആനയുടെ അടുത്തേക്ക് നേരിട്ട് ചെന്നു. ഇപ്പൊ ഓടുകയല്ല, തിരിച്ചു വന്നു. ആനയുടെ അടുത്തേക്ക് ചെന്ന് പാണിനാ ഹസ്തം നിഗൃഹ്യ, ഭഗവാൻ തന്റെ കൈകൊണ്ട് ആനയുടെ തുമ്പിക്കൈ പിടിച്ചു. ഹസ്തം നിഗൃഹ്യ ഭൂതലേ പാതയാമാസ, അതിനെ എങ്ങനെയൊക്കെയോ തിരിച്ചും വളച്ചുമൊക്കെ ആയിട്ട് ഭൂമിയിലേക്ക് അതിനെ മൂക്കും കുത്തി വീഴ്ത്തിച്ചു. ഭൂതലേ പാതയാമാസ, ഭൂമിയിലേക്ക് പതിപ്പിച്ചു എന്നർത്ഥം. അപ്പൊ ആന വീണ്ടും മൂക്കും കുത്തി ഭൂമിയിൽ വീണു. പതിതസ്യ പദാക്രമ്യ മൃഗേന്ദ്രൈവ ലീലജാം ദന്തമുൽപാട്യ തേനേവം അസ്തിപാൻ ച അഹനദ്ഹരിഃ. പതിതസ്യ പദാക്രമ്യ മൃഗേന്ദ്രൈവ ലീലയാ ദന്തമുത്പാട്യ തേനേഭം ഹസ്തിപാൻ ച അഹനദ്ഹരിഃ. പതിതസ്യ, തന്റെ മുമ്പിൽ വീണ് കിടക്കുന്ന ഗജേന്ദ്രന്റെ മുകളിലേക്ക് ഭഗവാൻ പദാ ആക്രമ്യ, കാലുകൊണ്ടൊരു ചവിട്ടി, പാദം കൊണ്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞ ചവിട്ടി. ഏതുപോലെ മൃഗേന്ദ്ര ഇവ, എങ്ങനെയാണോ സിംഹം ആനയെ അതിന്റെ കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ അടിച്ചു കൊല്ലുന്നത്, അതുപോലെ ഹരിയാണ് ഇവിടെയും, അല്ലേ? ഭഗവാനും ഒരു സിംഹമാണ്. ആ ഹരി മൃഗേന്ദ്ര ഇവ, ഒരു സിംഹത്തെ പോലെ ലീലയാ, വളരെ ലീലയായിട്ട് ആ പാദം കൊണ്ട് അടിച്ച് പിന്നീട് എന്ത് ചെയ്തു? ഈ ആനയുടെ കൊമ്പുകളെ പറിച്ചെടുത്തു. ശക്തനായിട്ടുള്ള ഭഗവാനുണ്ടോ ഇതിന് പ്രയാസം? ദന്തം ഉത്പാട്യ, ദന്തങ്ങളെ ഉത്പാടനം ചെയ്തിട്ട് ഒരു കൊമ്പിനെ അങ്ങോട്ട് ഊരിയെടുത്തു, വലിച്ചെടുത്തു. എന്നിട്ട് തേന ഇവം ഹസ്തിപാഞ്ച അഹനത് ഹരിഹി, തേന ദന്തേന, ആ കൊമ്പുകൊണ്ട് തന്നെ, ആനയുടെ കൊമ്പുകൊണ്ട് തന്നെ, ഇഭം ആ ആനയെയും, ഹസ്തിപാൻ ഹസ്തിപാലകന്മാരെയും ആ പാപ്പാന്മാരെയും, അഹനത് ഹനിച്ചു ഹരിഹി, സാക്ഷാൽ ഹരിഹി, സിംഹതുല്യനായിരിക്കുന്ന ഹരി, അല്ലെങ്കിൽ സിംഹപരാക്രമിയായിരിക്കുന്ന ഭഗവാൻ ആനപാപ്പാന്മാരെയും ആനയെയും ഹനിച്ചു. ഇവിടെ ഹനിച്ചു എന്നുള്ളതിന് വധിച്ചു എന്ന് തന്നെ അർത്ഥം. അങ്ങനെ ആ കാര്യം കഴിഞ്ഞു. കുവലയാപീഠ വധം എന്നുള്ളത് ഭഗവാൻ ലീലയായിട്ട് കുറച്ചു നേരം കളിച്ച് നമ്മുടെ ഉള്ളില് അങ്ങനെ ഒരു രംഗത്തെ എന്നും ഓർമ്മിക്കാനായിട്ട് തന്നു. നേരെ മറിച്ച് ഭഗവാൻ നേരെ ചെന്നപാടെ കുവലയാപീഠത്തെ മസ്തകത്തിലേക്ക് ഒരടിയടിച്ചു. അപ്പൊ തന്നെ ആന ചരിഞ്ഞു വീഴാം. ഭഗവാൻ അത്രേ ഉള്ളൂ സംഭവം. പക്ഷെ ഭഗവാൻ എന്തിനാ ഇത്രയൊക്കെ കളിക്കുന്നത്? നമ്മുടെ മനസ്സിൽ ഈ രംഗം തങ്ങി നിൽക്കാൻ വേണ്ടി. അതിനാണ് ഇത്രയും വർണ്ണനയൊക്കെ. അല്ലെങ്കിൽ അല്ലേ, ഈ കഥയൊക്കെ എന്തിനാ അത്രയൊക്കെ വിസ്തരിച്ച് പറയണത് എന്ന് ചില ബുദ്ധിജീവികളെന്ന് തോന്നുന്ന ആളുകൾക്കൊക്കെ തോന്നാം.
മറ്റു പലതും കാണാനും കേൾക്കാനും ഒക്കെ അവർക്ക് സമയമുണ്ട്. ഭഗവാന്റെ ലീല ഒട്ടും ക്ഷമയില്ല, കാണാനും കേൾക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനും. വേണ്ടാത്തതൊക്കെ കാണാനും പരദൂഷണം പറയാനും ഇഷ്ടം പോലെ സമയമുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഈ ഭഗവാന്റെ ഈ കളികൾ മുഴുവൻ നമ്മുടെ മനസ്സിനെ ആകർഷിക്കാനാണ്. നിരോധമാണ് ദശമസ്കന്ധത്തിന്റെ ലക്ഷണം. അപ്പൊ നമ്മുടെ മനസ്സിനെ നിരോധിക്കുകയാണ്. ഈ ഓരോ ലീലകളും നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സ് ഭഗവാൻ പിടിച്ചടക്കുകയാണ്. ഭഗവാൻ നിത്യ സാന്നിധ്യമാവുകയാണ് നമ്മുടെ മനസ്സിൽ. ഏത് ലീല എടുത്താലും നമുക്കത് ആസ്വദിക്കാനുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള ഏതവസ്ഥയിലുള്ള ആളുകൾക്കും ഭഗവാന്റെ ലീലകൾ ആസ്വദിക്കാം, സഹൃദയരാണെങ്കിൽ. അല്ലേ? ഭഗവാനോട് ഭക്തിയും ആ ഒരു സഹൃദയത്വവും ഉണ്ടെങ്കിൽ സുഖമായിട്ട് എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവില്ല, എത്ര സപ്താഹങ്ങൾ കേട്ടാലും മതിയാവില്ല, എത്ര പ്രാവശ്യം ഭഗവാന്റെ ഭാഗവത കഥകൾ കേട്ടാലും മതിയാവില്ല. ഇനിയും ഇനിയും എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമ്മൾ ആസ്വദിച്ച് കേൾക്കും, ആവേശത്തോടെ കേൾക്കും. നമ്മൾ ഒരു കൊച്ചുകുട്ടിയാവും. അപ്പോൾ ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ ശുദ്ധമാവുകയാണ്. അത് കൊച്ചുകുട്ടികളെ പോലെ നിഷ്കളങ്കമാവുകയാണ്. ഈ സൈക്കോളജിയൊന്നും അറിയാത്ത മൂഢജനങ്ങളാണ് എന്തിനാ ഈ പൊട്ട കഥയൊക്കെ പറഞ്ഞുകൊണ്ട്, വിശ്വസിക്കാൻ പറ്റാത്ത കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരം കളയും. ഈ സ്വാമിക്ക് വേറെ പണിയില്ല, ഇത് കാണുന്ന കുറെ കാഴ്ചക്കാർ അവർക്കും ഇല്ല വേറെ പണിയൊന്നും. അതെ, ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പണി. ഒരു സംശയമില്ല. നിങ്ങൾ ഈ നാട്ടിനെ മുടിപ്പിക്കാനും സ്വന്തം നാശത്തിനായിക്കൊണ്ടും എന്തൊക്കെ പണിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാട്ടുകാർക്ക് പണിയും കൊടുത്തുകൊണ്ട്. ഞങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. നാട്ടുകാർക്ക് നമ്മളെ കൊണ്ട് ഒരു പണിയുമില്ല, ആരെയും നമ്മൾ ഉപദ്രവിക്കുന്നില്ല. അല്ലേ? നമ്മളുണ്ട്, നമ്മുടെ പാടുണ്ട്, നമ്മൾ ഭഗവാന്റെ കഥ ആസ്വദിക്കുന്നു. അതിനൊരു നിഷ്കളങ്കത വരണം ഈ കഥകളൊക്കെ കേൾക്കാൻ. കഥ കേട്ട് കേട്ട് നമ്മൾ നിഷ്കളങ്കരാവുകയും ചെയ്യും. ഹൃദയശുദ്ധി ഉണ്ടാവും എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ ഭഗവാന് നിസ്സാരമായിട്ട് ഈ കുവലയാപീഠത്തെ വധിക്കാമായിരുന്നു. പക്ഷേ ഇത്രയും സുഖബ്രഹ്മർഷി പോലും വർണ്ണിക്കുന്നത് പരമഹംസ ഒരു അവസ്ഥയിലുള്ള ആളാണ് സുഖബ്രഹ്മർഷി. പാരമഹംസ്യ സംഹിതയാണ് ഭാഗവതം. അതിലുണ്ടോ ഈ LKG കുട്ടികൾക്ക് പറയും പോലെയുള്ള ഈ കഥകളൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ ആവശ്യം? ഹൃദയശുദ്ധി ഉണ്ടാക്കുക, നിഷ്കളങ്കതയുണ്ടാക്കുക. ഭഗവാന്റെ കഥകൾ കേട്ട് കേട്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും ഭഗവാനിൽ ഉറയ്ക്കുകയും ചെയ്യുക. അപ്പോ പതിതസ്യ പദാക്രമ്യ മൃഗേന്ദ്ര ഇവ ലീലജ ദന്തമുത്പാട്യ തേനേഭം ഹസ്തിപാഞ്ച അഹനദ്ഹരിഹി മൃതകം ദിവമുത്സൃജ്യ ദന്തപാണി സമാവിശത് അംസന്യസ്ത വിഷാണോ ശൃംമദബിന്ദുഭിരംഗിതഃ വിരൂഢസ്വേദകണികാവദനാംബുരുഹോ ബഭൗ മൃതകം ദിവമുത്സൃജ്യ ദന്തപാണി സമാവിശത് അംസന്യസ്ത വിഷാണോ ശൃംമദബിന്ദുഭിരംഗിതഃ വിരൂഢസ്വേദകണികാവദനാംബുരുഹോ ബഭൗ. അപ്പൊ ആനയെ കൊന്നു, ഹനിച്ചു. എന്തായി? മൃതകം ദ്വിപം ഉത്സൃജ്യ, മരിച്ചുപോയ ജഡമായി തീർന്ന ആ ദ്വിപത്തെ, ആനയെ ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട്. ദിപം, ഇഭം, എന്തൊക്കെ ആനയുടെ പര്യായ ശബ്ദങ്ങള് അല്ലേ? ഇഭം എന്ന് പറഞ്ഞാല് എല്ലാറ്റിനെയും ഭഞ്ജിക്കുന്നത്, തകർക്കുന്നത്, ശക്തിയുള്ളത് എന്നൊക്കെ സൂചിപ്പിക്കാനാണ്. ദ്വിപം എന്ന് പറഞ്ഞാല് 2 പ്രാവശ്യമായി വെള്ളം കുടിക്കുന്നത്. തുമ്പിക്കൈ കൊണ്ട് ആദ്യം വെള്ളമെടുത്ത് പിന്നെ വായിലേക്ക് വെച്ച് കുടിക്കുന്നു. ദ്വാഭ്യാം പിബതി ഇതി ദ്വിപഃ.
അപ്പൊ അങ്ങനെയുള്ള ആനയെ വധിച്ച് അതിനെ ഉത്സർജ്യ ഉപേക്ഷിച്ചിട്ട് ഇനിയിപ്പോ അതിനോട് എന്ത് ഇതാണ് ചത്തതിനെ തല്ലേണ്ട ആവശ്യമില്ല. അപ്പൊ ദന്തപാണിഹി, ഭഗവാന്റെ കയ്യില് ആനയുടെ ഒരു കൊമ്പുണ്ട്, ദന്തം. ആ ദന്തപാണിയായിട്ട് അംസന്യസ്ത വിഷാണ, ഭഗവാൻ അതിന്റെ വിഷാണത്തെ അംസത്തിൽ ന്യസിച്ചു. അംസം തോള്, അംസന്യസ്ത വിഷാണ, തോളിലേന്തിയ വലിയ കൊമ്പോടുകൂടിയവനായിട്ട് അസൃങ്മദബിന്ദുഭിഹി അങ്കിത. അസൃക്ക എന്ന് പറഞ്ഞാൽ രക്തം, ഏതിന്റെ ആനയുടെ കൊമ്പൊക്കെ പറിച്ചെടുത്തപ്പോ വന്നിട്ടുള്ള രക്തം. മദബിന്ദു എന്ന് പറഞ്ഞാൽ ആനയുടെ മദജലം, ആനയുടെ മസ്തകത്തിലൊക്കെ മദജലം ഉണ്ടാവും, അതും ഭഗവാന്റെ നേരെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ആനയുടെ രക്തവും മദജലവും മദബിന്ദുക്കളും കൊണ്ട് അടയാളപ്പെട്ടവനായിട്ട് ആനയെ കൊന്നു വരികയാണ് എന്നുള്ള ആ ഒരു സിംഹത്തിന്റെ ഭാവം അല്ലെ. സിംഹം ആനയെ കൊന്നിട്ട് ആനയുടെ പുറത്ത് കയറി ഒരു ഇരിപ്പുണ്ട്, എന്റെ അടുത്ത് കളിച്ചാൽ ഇതാണെന്ന് പറഞ്ഞ ആ രക്തത്തിലൊക്കെ അതിന്റെ മുഖമൊക്കെ പുരണ്ട് ആനയുടെ അല്ലെ പല അവയവങ്ങളും കടിച്ചു പിടിച്ചുകൊണ്ട് ആ സിംഹം അങ്ങനെ വിജയശ്രീ ലാളിതനായിട്ടിരിക്കും. അതുപോലെയുള്ള ഭഗവാൻ ആനയുടെ ചോരയും മദബിന്ദുക്കളും തന്റെ ശരീരത്തിൽ അലങ്കാരമായിട്ട്, വീരന്റെ അലങ്കാരമാണിതെല്ലാം, അല്ലാതെ അഴുക്കല്ല. സമാവിശത്ത് എവിടെ പ്രവേശിക്കുകയാണ് മല്ലരംഗത്തേക്ക്. വിരൂഢ ശ്വേതകണികാവതനാംബുരുഹ, വിരൂഢം വിശേഷേണ രൂഢം, നല്ലോണം ഉത്ഭവിച്ചത് എന്താണ്? ശ്വേതകണിക, വിയർപ്പു തുള്ളികൾ, അതോടുകൂടിയ വദന അമ്പുരുഹ, മുഖമാകുന്ന താമര. അപ്പൊ താമരയിൽ വെള്ളത്തുള്ളികൾ എങ്ങനെയിരിക്കുക? അതിനെ നനയ്ക്കില്ല അല്ലെ, വേറെ വേറെ വേറിട്ട് നിൽക്കും. പത്മപത്രം ഇവാംബസ നളിനീ ദളഗത ജലവത് എന്നൊക്കെ പറയും. അപ്പൊ അതുപോലെ ഇവിടെയും ഭഗവാന്റെ മുഖകമലത്തിൽ ശ്വേതബിന്ദുക്കൾ മണിമണി പോലെ വേറെ വേറെ നിൽക്കുന്ന അലങ്കാരത്തോടുകൂടി, അതാണ് വിരൂഢ ശ്വേതകണികാപതനാംബുരുഹ. പതനമാകുന്ന അമ്പുരുഹം, അത് ശ്വേതകണികകൾ വെള്ളത്തുള്ളികൾ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ബഭൗ ശോഭിക്കുകയാണ്, ഒരു പരാക്രമിയായി, വീരനായി ഭഗവാൻ. വിയർപ്പൊക്കെ വീരന്മാരുടെ അലങ്കാരമാണ്. അപ്പൊ അങ്ങനെ ശോഭിക്കുകയാണ് ഭഗവാൻ. ആ വീരസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ധ്യാനിക്കുക നമ്മൾ അല്ലേ. ആ ഭഗവാനെ ധ്യാനിക്കുന്ന നമ്മുടെ അടുത്തേക്ക് യമൻ പോലും വരില്ല എന്ന് മഹാത്മാക്കൾ പറയും. അങ്ങനെയുള്ള വീരനായിട്ടുള്ള കുവലയാപീഠത്തെ വധിച്ച് മുഖത്ത് രക്തവും ആനയുടെ രക്തവും മദജലവും വിയർപ്പുമെല്ലാം പുരണ്ടിരിക്കുന്ന ആനക്കൊമ്പ് തോളിലേറ്റി അതിൽ നിന്ന് രക്തം ഇറ്റിറ്റ് വീഴുന്ന ആ ഭഗവാനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളൂ. അങ്ങനെ നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ സമർപ്പിക്കാം. മൃതകം ദീപമുത്സൃജ്യ ദന്തപാണി സമാവിശത് അംസന്യസ്തവിഷാണോ ശൃംമദബിന്ദുബിരങ്കിത വിരൂഢശ്വേതകണികാവതനാംബുരുഹോ ബഭൗ. ഇനി ഭഗവാൻ കൂട്ടുകാരുമായിട്ട് മല്ലരംഗത്തേക്ക് പ്രവേശിക്കുന്ന പ്രവേശം അത് നമുക്ക് നാളെ കാണാം. നാളെ വൈകുന്നേരമേ ഉള്ളൂ. വൈകുന്നേരം അതും മിക്കവാറും 5, 8, 6 ആയിരിക്കും. രാത്രി ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് 8 മണിക്ക്. രാവിലെ പുറത്തൊരു പ്രോഗ്രാമുണ്ട്. അപ്പം അതുകൊണ്ട് നാളെ വൈകിട്ട് 5 to 6:30 നോക്കാം. തൃച്ചംബരത്തപ്പൻ അല്ലേ, അവിടെ ഉത്സവം നടക്കുകയാണ്. തൃച്ചംബരത്ത് ഭഗവാൻ കംസനെ കൊന്ന ഭാവമാണ്, കുവലയാപീഠത്തെ വധിച്ച ഭാവമാണ്. അപ്പം അതുകൊണ്ട് അവിടുത്തെ ഉത്സവത്തിന് ആനയില്ല. ഭഗവാൻ ആനയെ വധിച്ചതുകൊണ്ട് തളിപ്പറമ്പിൽ തൃച്ചംബരം ഭഗവാന്റെ ക്ഷേത്രത്തിൽ ആനയില്ലാത്ത ഉത്സവമാണ്. തിടമ്പിൽ നൃത്തമാണ് പ്രധാനം. ബലരാമനും ശ്രീകൃഷ്ണനും രണ്ടുപേരും 2 തിടമ്പുകളിൽ ഏന്തിക്കൊണ്ട് അവിടുത്തെ അതിനുള്ള സ്പെഷ്യലിസ്റ്റുകളായ പൂജകന്മാരുണ്ട്. തിടമ്പ് നൃത്തം. പൊങ്കാല ദിവസം, പൊങ്കാല മറ്റന്നാളാണ് 13. ഒഴിവുണ്ടെങ്കിൽ ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്കത് പിന്നെയും കാണാമല്ലോ പൊങ്കാലയ്ക്ക് പോകുന്നവർക്ക്. 13-ാം തീയതി
രാവിലെയും വൈകുന്നേരവും ക്ലാസ് ഉണ്ടാവും. നമുക്ക് അന്നത്തെ ദിവസം വേറെ പ്രോഗ്രാമൊന്നും പുറത്തില്ല. നാളെ പ്രോഗ്രാം ഉണ്ട്. രാവിലെ 10 മണിക്ക് ചിന്മയ മിഷനിൽ വെച്ചൊരു മീറ്റിംഗ്, വലിയൊരു സമ്മേളനമാണ്. സംസ്കാര എന്നുള്ളൊരു പ്രോജക്റ്റ് നമുക്കിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ ആ വാട്സപ്പ് ഇത് എന്താ പറയുക, ഡിലീറ്റ് ആയിരിക്കുകയാണ്. വാട്സപ്പ് ആപ്പ് തന്നെ മൊബൈലിൽ നിന്ന് ഡിസപ്പിയർ ആയിരിക്കുകയാണ്. അതുകൊണ്ട് പുസ്തകങ്ങൾ ആവശ്യമുള്ളവരോ മറ്റെന്തെങ്കിലും സംശയമുള്ളവരോ മറ്റെന്തെങ്കിലും മറുപടി ആവശ്യമുള്ളവരൊക്കെ ക്ഷമിക്കുക. 2 ദിവസത്തേക്ക്. നാളെ മിക്കവാറും ശരിയാക്കും. ഇന്നലെ വൈകുന്നേരം കേടുവന്നതാണ്. ഫുള്ളായിട്ട് നിറഞ്ഞപ്പോൾ അതിലുള്ള ഡാറ്റകൾ കുറേ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഡിലീറ്റ് ചെയ്തപ്പോൾ ആപ്പ് തന്നെ പോയി. അപ്പം ഇനിയിപ്പോൾ ആദ്യം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതൊക്കെ മറന്നു, എപ്പോഴും ചെയ്യാത്തതുകൊണ്ട് നോക്കിയിട്ട് ആരെങ്കിലും സഹായത്തോടു കൂടി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടേ ബുക്സിനോ മറ്റ് മെസ്സേജുകളൊക്കെ അയക്കേണ്ടതുള്ളൂ. ഹരിയോ. എല്ലാവർക്കും ശുഭരാത്രി. നാളെ വൈകിട്ട് 5 മണിക്ക് നോക്കുക. ഹരിയോ.